റീച്ചും റവന്യൂ ഇത് രണ്ടും ആണ് സോഷ്യൽ മീഡിയ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അയാൾക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും. സമീപകാലത്തൊക്കെയുള്ള ഒരുപാട് സംഗതികൾ വാർത്തകൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. റീച്ചും റവന്യൂവും കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. എന്തും ചെയ്യുന്ന വെച്ചാൽ എന്തും ചെയ്യും. അതിനുള്ള തെളിവുകൾ നമുക്ക് അതെ, കാരണം അവരുടെ മുന്നിലുള്ളത് റീച്ച് ആണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസേജ്, സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാതെ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ പ്രായത്തിലല്ലാതെ യാതൊരുവിധ ഗൈഡ് ലൈനുകളും ഇല്ലാതെ ശരിക്ക് അത് ഉപയോഗിക്കാൻ അറിയാതെ ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയാണ്. നമ്മൾ മാസ്ക്ഡ് പിന്നെ ഫേസിലാണ് നമ്മുടെ പ്രൊഫൈൽ എന്താണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലാണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്താലും ആ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും ആരും നമ്മളെ മോണിറ്റർ ചെയ്യാനില്ല. നമുക്ക് സ്വയം അത് ചെയ്താൽ ഇന്നത് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രായഭേദമന്യേ എന്ന് ഇപ്പോൾ ചിലപ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞ പിന്നെ റിട്ടയറായി വീട്ടിലിരിക്കുന്ന ആളുകൾ പോലും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയ ആളുകളാണ്. പ്രായഭേദം ഇതിനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു അപകടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന പ്രമേയത്തിൽ വിസ്ഡം സുറൻ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ അതതിൻ്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വ്യത്യസ്തമായ ധാരാളം പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ജാമിയ ഇസ്ലാമിയ അൽ മദീനയിലെ കുല്ലിയത്തുൽ ലുഗ വ ദിറാസത്തുൽ ഇൻസാനിയ എന്ന ഖിസ്മിൽ പഠിക്കുന്ന ബഹുമാനനായ ജ്യേഷ്ഠ സുഹൃത്ത് അജ്മൽ ഫൗസാൻ കെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ അത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് പേര് ഏറ്റെടുത്തത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കേവലം ഈ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു പോകുന്നതിനപ്പുറം ഇതിൽ നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിസ്ഡം സുറൻസിൻ്റെ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് കാഴ്ചവെച്ചു. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും എങ്ങനെയാണ് നിങ്ങളൊന്ന് നോക്കിക്കാണുന്നത്? ആദ്യമായിട്ട് നമ്മൾ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വലിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായും നമുക്കൊരു മൊബൈൽ ഫോൺ രഹിത ജീവിതം എന്നൊക്കെ ഇന്നത്തെ കാലത്ത് നയിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ഫോണിലിപ്പോൾ എന്തൊക്കെ പണ്ടൊക്കെ ഈ ഒരു ചില പോസ്റ്ററുകളൊക്കെ കാണാമെന്നല്ലേ, ഒരു ഫോൺ വന്നപ്പോൾ എന്തൊക്കെയാണ് ലോകത്തുനിന്ന് പോയത്, അലാറം, റേഡിയോ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇനിയും പുതിയ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ പരമാവധി നമ്മളെ ഫോണിലേക്കും പിന്നെ വാച്ചിലേക്കും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ടെക്നോളജി ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം നമുക്ക് ഏതായാലും സാധിക്കില്ല. പക്ഷേ ഇതിൽ പ്രധാനമായി നമ്മൾ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സ്റ്റുഡൻസിൻ്റെ നമ്മളെ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് കുട്ടികൾ എന്നുള്ളൊരു വലിയൊരു ഒരു പിന്നെ ഫാക്ടർ അവിടെയുണ്ട്. അവർക്കുള്ളതാണോ, അവർക്ക് കളിക്കാനുള്ളതാണോ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു വലിയ ചോദ്യം. രണ്ടാമത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആര് കളിച്ചാലും അത് കുട്ടിക്കളി ആയിട്ട് കാണേണ്ടതാണോ അല്ലയോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ രണ്ട് രൂപത്തിൽ നമുക്ക് അതിനെ ക്യാപ്ഷനെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇതിന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായും ഇവിടെ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെയാണ്. ഒരു മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ച് നമ്മൾ എല്ലാ സ്കൂളുകളിലും അല്ലാതെയും മതപരമായും അല്ലാതെയൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിൽ പൊതുവെ എല്ലാവരും ആശങ്കപ്പെടുന്നത് ഭാവി തലമുറ അല്ലെങ്കിൽ കുട്ടികൾ. പക്ഷേ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രായഭേദമന്യേ എന്ന് ഇപ്പോൾ ചിലപ്പോൾ ഒരു 80 വയസ്സ് കഴിഞ്ഞ പിന്നെ റിട്ടയറായി വീട്ടിലിരിക്കുന്ന ആളുകൾ പോലും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആയ ആളുകളാണ്. പ്രായഭേദം ഇതിനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു അപകടം. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ആണെങ്കിൽ പോലും പിന്നെ സമൂഹത്തിലൊരു സംഗതി അതിന് കറക്റ്റ് വേർതിരിവുകളുണ്ടായിരുന്നു. ഇന്നത് കുട്ടികൾക്ക്, ഇന്നത് ഒരു പിന്നെ ഒരു ബാല്യകാലത്തിലുള്ളവർക്ക്, യൗവനം, കൗമാരം. അപ്പോൾ നമ്മളെ സമൂഹം അത് കൃത്യമായി തിരിച്ചറിഞ്ഞത് തടഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന ഒരു മേഖലയിലേക്ക് ഇടപെടാൻ പോയാൽ അത് നിങ്ങൾക്കുള്ളതല്ല, അത് മുതിർന്നവർ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതിന് ഒരു പ്രായപരിധി നിശ്ചയിക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു എക്സ്പ്ലിസിറ്റായ കണ്ടൻറ്റുകൾ പോലും അല്ലെങ്കിൽ ഇങ്ങനത്തെ പിന്നെ അശ്ലീല കണ്ടൻറ്റുകൾ പോലും പിന്നെ 18+ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഏതൊരു മനുഷ്യനും ഒന്നുകിൽ പിന്നെ ഇമെയിലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ ഇന്ന് വഴികൾ സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ ഒന്നും ചെയ്യാത്ത കുട്ടികളെ. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞാൽ ഈ
മറ്റേ സിനിമകളിലൊക്കെ പണ്ട് എഴുതി കാണിക്കും, ഇപ്പോഴും ഉണ്ടാവും, പിന്നെ മദ്യപാനം, അതുപോലെ തന്നെ പുകവലി. അതിപ്പം പറയുന്നത് അല്ലെങ്കിൽ ഒരു സിഗരറ്റ് പാക്കിൻ്റെ മുകളിൽ അതുണ്ടെന്ന് വെച്ചിട്ട് ആരും അതിനൊരു വിലയും കൊടുക്കാറില്ലല്ലോ. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പിന്നെ ആരും അതിനെ ഒരു ഗൗനിക്കാറില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഒരു തരത്തിലുള്ള ഏജോ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷനും എവിടെയും കാണുന്നില്ല. ഇതൊരു തുറന്ന മാർക്കറ്റാണ്. ഇവിടെ ആർക്കും വരാം, എന്തും വിൽക്കാം, ആർക്കും എന്തും വാങ്ങാം. അവിടെ ആരും നിയന്ത്രിക്കാനില്ല. ആരും ഇന്നത് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെയൊരു മേഖല ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇന്ന അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ബോഡി ഇതിനിപ്പം സ്വാഭാവികമായും ഗവൺമെൻറ്റുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ്റുകൾ പല ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ബ്രസീൽ അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ പിന്നെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളും കർണാടക, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് വളരെ പിന്നെ ഗൗരവത്തോട് കാണേണ്ട ഒന്നാണ്. കാരണം അത് നമ്മളെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ പിന്നെ കുട്ടികളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ചെറിയ പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് അതിൻ്റെ തെറ്റ് തിരുത്തണമെന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴേക്കും ഒരു തലമുറ, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ അനേകം തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ ആ തെറ്റ് തിരുത്തുക എന്നുള്ള നമ്മൾ ചിന്ത വരുമ്പോഴേക്കും പിന്നെ നമുക്കത് തിരുത്താൻ കഴിയില്ല. ഒരു തിരുത്തപ്പെടാനാവാത്ത തെറ്റേ അവിടെ ശേഷിക്കുകയുള്ളൂ. പിന്നെ അത് വീണ്ടും അതിനേക്കാൾ വേഴ്സായ കണ്ടീഷനിലേക്ക് പോകുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യം. ഇതിലിപ്പോൾ നമ്മൾ ഈ കുട്ടികളിലെ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴും ഒന്നെങ്കിൽ പൊതുവെ നമ്മൾ കുട്ടികളെ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില മക്കളെങ്കിലും അതിലൊന്ന് ഒരു ഗെയിമിൻ്റെ ഏരിയയിലേക്കാണ് അവർ പോയിട്ടുള്ളത്. മറ്റൊരു വിഭാഗം പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരിക്കൽ അശ്ലീലമായ വീഡിയോകൾ കാണുക, അത്തരം ചില സൈറ്റുകൾക്ക് അടിമപ്പെടുക, അത് മുഖേന മറ്റു പല തിന്മകളിലേക്കും പോവുക. ഇങ്ങനെ ഈ നിലക്കൊക്കെ പോസിറ്റീവായി ഉപയോഗിക്കുന്നവരില്ല എന്നല്ല പറഞ്ഞതെങ്കിലും ഉപയോഗിക്കുന്നവരിൽ ചില ആളുകൾ ഇത്തരം തിന്മകളിലേക്കൊക്കെ പോകുന്നവരുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഒന്ന്, ആദ്യം പറഞ്ഞ മേഖല അത് പ്രത്യേകം എടുത്ത് പറയേണ്ട മേഖലയാണെന്നാണ് എനിക്ക് പിന്നെ തോന്നുന്നത്. ഒന്ന്, ഗെയിമിങ്ങിൻ്റെ മേഖല. അത് സമീപകാലത്ത് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാറ്റമുണ്ടാക്കിയ ആളുകളാണ്. ചിലപ്പോൾ അത് പലപ്പോഴും ചർച്ചകളിൽ അങ്ങനെ വരാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ കേരളത്തിലുണ്ട്, ലോകത്ത് മൊത്തത്തിലെടുത്താൽ സ്ട്രീമർമാർ, ഇപ്പം തൊപ്പി പോലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് വന്നത്. കേരളത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ലൈവ്, അതായത് അവർ തുടങ്ങുന്നത് പിന്നെ വ്ളോഗുകൾ കൊണ്ടല്ല, അവരാദ്യം തുടങ്ങുന്നത് ഗെയിമുകൾ ലൈവ് സ്ട്രീം ചെയ്ത് ആണ് അവർ പറയുന്നത്. അതുകൊണ്ട് കോടികളും പിന്നെ അതിൻ്റെ വരുമാനം റവന്യൂ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത്രമാത്രം വ്യൂവേഴ്സ് ആണ്. പിന്നെ ഈ മൾട്ടിപ്ലെയർ ഗെയിമുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഒരേ സമയം അവർ കളിക്കുമ്പോൾ തന്നെ പല വീഡിയോകളിലും അതിലുപയോഗിക്കുന്ന ഭാഷ പോലും, പ്രത്യേകിച്ച് നമ്മളതിലായി കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ മീഡിയയുടെ മറ്റൊരു പതിപ്പാണ്. അഥവാ ആ ഗെയിമിലെ ക്യാരക്ടറാണ് നമ്മൾ. അപ്പം നമ്മളെ യഥാർത്ഥ ഐഡൻറ്റിറ്റി അവിടെ നമുക്ക് എന്തും പറയാം. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സർക്കിൾ രൂപീകരിക്കാം, നമുക്കൊരു ടീമായിട്ട് കളിക്കാം. അപ്പോൾ ഈ ടീമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പോലും അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ, കാരണം നമ്മൾ ഒറിജിനൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒരു മേഖലയാണത്. കാരണം സോഷ്യൽ മീഡിയ പോലെ തന്നെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ഒരു വളരെ പിന്നെ പൂർണ്ണമായും സ്വാതന്ത്ര്യമായി ആർക്കും എന്ത് ഇടപെടാൻ പറ്റുന്ന രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. കാരണം നമുക്കിപ്പോൾ ഒരു കാലഘട്ടം മുമ്പ് നമുക്ക് ഒരാളെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം, ഒരു പ്രൊഫൈൽ ID. ഇവിടെ അങ്ങനെ പ്രൊഫൈൽ ഉണ്ടെങ്കിലും അതൊരിക്കലും നമ്മൾ ഒറിജിനൽ പ്രൊഫൈലോ അല്ലെങ്കിൽ മറ്റോ ആയിരിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും അങ്ങനെ തന്നെയാണ്. ഗെയിമും മറ്റൊരു രൂപം മാത്രമാണെന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ ഫേക്ക് അക്കൗണ്ടുകളെ കുറിച്ച് പറയാറുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും അക്കൗണ്ടുകൾ ഫേക്കാണെന്നാണല്ലോ യാഥാർത്ഥ്യം. നമ്മളൊരാളുടെയും ഒറിജിനൽ രൂപം നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ്. കാരണം നമ്മളൊരു ഏറ്റവും നല്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ സ്വയം നിർമ്മിച്ചെടുത്തൊരു പിക്ചർ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഗെയിമിംഗ് എന്നുള്ളൊരു മേഖല ഒരു ഏരിയ. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് ഇങ്ങനെയുള്ള, അത് പണ്ട് കാലത്തും അങ്ങനെയുള്ള അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞു പോകുന്ന സാഹിത്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അത് വന്നപ്പോൾ കുറച്ചും കൂടി അവൈലബിളായി. അപ്പോൾ ഇത് രണ്ടായി തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഇത് പിന്നെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അഡിക്ഷന് വലിയൊരു കാരണമായി. അത് നമ്മളീ പറഞ്ഞ സ്ട്രീമർമാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. അവർ വരികയും പിന്നെ അവർ സ്വാഭാവികമായിട്ട് ഒരു സ്ട്രീമർ വളർന്നു വരുമ്പോൾ സ്ട്രീമിംഗ് ഒരു ചാനലുണ്ടാവും, പിന്നെ അദ്ദേഹം ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചാനൽ തുടങ്ങും. പിന്നെയാണ് ഓരോ ആളുകളായി ഒരു താരങ്ങളായി വികസിച്ചവർ വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് എന്താണെങ്കിലും ശരി,
ഇപ്പോൾ ആധുനിക സോഷ്യൽ മീഡിയയുടെ നിയമം എന്ന് പറഞ്ഞാൽ റീച്ച് കൂടുതലുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയാണ്. ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ, അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ ചർച്ചകളിൽ പല സാഹിത്യ വേദികളിൽ പോലും അല്ലെങ്കിൽ സമൂഹം ഒരു തരത്തിലുള്ള നിർബന്ധിതാവസ്ഥയിലാണ്. കാരണം ഇവരെ പോലുള്ള ഒരാളെ വിളിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതെ, ഇവരെ കേൾക്കാനേ ആളുകളുള്ളൂ. യുവതലമുറ സദസ്സിലേക്ക് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ മേഖലയിൽ ഒരു തരത്തിലും ഒന്നും സംഭാവന ചെയ്യാൻ കഴിയാത്ത, അവരുടെ മേഖലയിൽ ഒരു പക്ഷേ നമ്മൾ വാദത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ തന്നെ ഗെയിമിങ്ങിൽ ചിലപ്പോൾ അവർ എക്സ്പെർട്ട് ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു മേഖലകളിൽ ഇങ്ങനത്തെ സമൂഹത്തെ ഗൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന, കുട്ടികൾക്കൊരു വിഷൻ പറഞ്ഞു കൊടുക്കുന്ന മേഖലയിൽ ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടും ഇല്ലാത്ത ആളുകൾ വന്ന് അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഒരു ഭാവി തലമുറയെ തന്നെ ഒന്നടങ്കം ഉറപ്പായും തീർച്ചയായും. ഇന്നത്തെ ഒരു സമൂഹം ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കാൻ മതി. ഒരു ഗെയിമിംഗ് എന്നുള്ളതിന് അതിൻ്റെ വിശാലമായ ഇതിലേക്ക് നമ്മൾ കടക്കുന്നില്ല, നമ്മൾ ചർച്ച അതല്ലാത്തതുകൊണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു മീനിങ് ഫുള്ളായി എന്താണ് അതിലുള്ളത് നമ്മൾ ആയിക്കോട്ടെ. നിങ്ങൾക്ക് ചില ആളുകൾ അതിന് ന്യായം പറയാറുള്ളത് അതുകൊണ്ട് കോടികളുണ്ടാക്കിയ സ്ട്രീമർമാരില്ലേ, അതുകൊണ്ട് വീടും അതുപോലെ തന്നെ വലിയ പൈസക്കാരായ ആളുകളില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തും ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം ഈ ഒരു ഗെയിം എന്നുള്ളൊരു സംഗതി കൊണ്ട് ഒരാൾക്ക് പിന്നെ വെറും ഒരു പൂർണ്ണമായ എൻ്റർടൈൻമെൻറ്റ് മാത്രമുള്ള ഒരു തരത്തിലും ഒരു മനുഷ്യന് ഒരു ഉപകാരവും കിട്ടാത്ത, പണം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകാരവും കിട്ടാത്തൊരു സംഗതിയാണ്. ഇത് മാക്സിമം ചെയ്യാം, ഇത് ചെയ്തുകൊണ്ടാണ് ഒരാൾ പണം ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ളതാണോ ജീവിതം? അങ്ങനെയുള്ളതാണ് ജീവിതം എന്നാണ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും വ്യൂവേഴ്സും കാര്യങ്ങളും ഉണ്ടാകുന്നത്. അത് തന്നെ ഇൻഫ്ലുവൻസ് ആയി ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്ട്രീമർമാരാകാൻ വേണ്ടി പിന്നെ ആഗ്രഹിച്ച് നടക്കുന്ന കുട്ടികളുണ്ടാവും. ഞാൻ ഒരു ഡേറ്റിംഗ് സെൻറ്ററിൽ ചെന്ന സമയത്ത് അവിടെ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അവൻ്റെ ഒരു SLC കഴിഞ്ഞ ഉടനെ ഈ പോൺ സൈറ്റുകൾക്ക് അടിമയായി മാസ്റ്റർബേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, ഒരു പക്ഷേ അവനോട് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനോട് സംസാരിക്കേണ്ട ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. കാരണം അവന് വേറെ ഏതൊരു യൂണിവേഴ്സിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ ഇവിടെ നടക്കുന്ന ഇത്തരം ചർച്ചകളോ ഇത്തരം ഒരു വിവരവും എൻ്റെ അടുത്തില്ല. ഓനേതൊരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നെ അത് ഇങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, സത്യം പറഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെന്ന് പറയണ നമ്മളൊരു ജനറേഷൻ്റെ ഭാഷ മാറുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. പല സംഗതികളും ഇപ്പോൾ ആളുകൾ പോസ്റ്റായൊക്കെ ഇടുന്ന കാണാം. പുതിയ വാക്കുകൾ, ഇന്ന വാക്കുകൾ, ഇന്നത് ഉപയോഗിക്കണം, ഇന്ന ക്രിഞ്ച്, അത് ഇന്ന അർത്ഥമാണ്, അങ്ങനെ ഓരോരോ പിന്നെ ഡിക്ഷണറികൾ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർത്തും പാരലായൊരു വേൾഡ്, ഒരു ലോകം അപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും ആർക്കും മോണിറ്റർ ചെയ്യാൻ കഴിയാത്തൊരു ലോകം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മളൊരു പൊതുസമൂഹമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നു, അവിടെ നമ്മളായിട്ടാണ് പുറത്തിറങ്ങുന്നത്. നമ്മൾ മാസ്ക് ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് മാസ്ക് ഇട്ട് മുഖം കാണിക്കാതെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മൾ മുഖം കാണിച്ച്, നമ്മൾ ഐഡൻറ്റിറ്റി കാണിച്ച് നമ്മളൊരു സ്ഥലത്ത് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അക്കൗണ്ടബിളാണ്, നമ്മൾ റെസ്പോൺസിബിളാണ്. നമ്മളൊരാൾ നമ്മളെ നഗ്നമായി നമ്മളെ മുഖം കാണിച്ചിട്ട് നമ്മളൊരു ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യാൻ നമ്മൾ ധൈര്യപ്പെടില്ല, പൊതുജന മധ്യത്തിലാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ ഗുണം, ഇവിടെ മോണിറ്റർ ചെയ്യാൻ ആളില്ല എന്ന് മാത്രമല്ല, നമ്മളൊരു മാസ്ക്ഡ് പിന്നെ ഫേസിലാണ്, നമ്മുടെ പ്രൊഫൈൽ എന്താണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലാണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്താലും, ആ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും ആരും നമ്മളെ മോണിറ്റർ ചെയ്യാനില്ല. നമുക്ക് സ്വയം അത് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനൊരു ലോകം തന്നെ ഒരു ഒന്ന് രണ്ട് ആളുകളല്ല, അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ മാത്രമല്ല, ഒരു ലോകം തന്നെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ ഏതൊരാളും ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. കാരണം അവിടെ ഇപ്പം മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ളൊരു സ്വഭാവമാണ് മനുഷ്യനുള്ളിലുള്ള കുറേ മൃഗീയ വികാരങ്ങൾ. അതൊരു ബേസിക് സംഗതിയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ജന്മനാ മനുഷ്യൻ ഒരു ശുദ്ധ പ്രകൃതിയിൽ ഫിത്രത്തിലാണ് ജനിക്കുന്നതെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മനുഷ്യൻ്റെ തിന്മയോടുള്ള ആഭിമുഖ്യം, അള്ളാഹു ഒരു മനുഷ്യനിൽ നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് തിന്മയോടുള്ള ആഭിമുഖ്യം ഇല്ലെങ്കിൽ പിന്നെ അവൻ തിന്മ ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. മനുഷ്യന് തിന്മയോട് ആഭിമുഖ്യം ഉണ്ടാവും, അതോടൊപ്പം തന്നെ തിന്മ ചെയ്യാനുള്ള പ്രേരണകളുണ്ടാവും, സാഹചര്യങ്ങളുണ്ടാവും. ആ സാഹചര്യത്തെ മറികടന്ന് അവൻ തിന്മ ചെയ്യാതിരിക്കുമ്പോഴാണ് അവന് മഹത്വം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആ നന്മ ചെയ്യുന്നത് തിന്മ ചെയ്യുന്നതിൽ കാര്യമുണ്ടാകുന്നത്. അപ്പോൾ അത് അള്ളാഹു ഇവിടെ സംവിധാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഈ തിന്മ ചെയ്യാനുള്ള മനുഷ്യൻ്റെ പ്രേരണയെ ഏറ്റവും കൂടുതൽ പൊലിപ്പിച്ച് കാണിക്കുകയും അത് ഏറ്റവും രഹസ്യമായി അല്ലെങ്കിൽ ആരും അറിയാതെ എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന ഒരു വേൾഡ്, ഒരു ലോകം അപ്പുറത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ അഴിഞ്ഞാടാൻ ഒരാൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ
എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നെ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരും ഏറ്റവും കൂടുതൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ ആ വേൾഡിലായാലും ഏത് വേൾഡിലായാലും അതിനെ പിടിച്ചിടാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം എല്ലാ ഈ കാര്യങ്ങൾക്കൊക്കെ ഇസ്ലാം എതിർപക്ഷത്ത് വരുന്നതുകൊണ്ടാണ്. ഇതിലിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പം ഇസ്ലാമിലെ ഏതൊരു നിയമവും മഖാസിദു ശരിയ, നമ്മുടെ ഹിഫാത്തുദ്ദീൻ, ഹിഫാത്തുൽ നഫ്സ്, അഖിൽ തുടങ്ങിയ കാര്യങ്ങൾ, നസ്ൽ, അറള്, ഈ വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം പ്രത്യേകിച്ചും ഈ നമ്മുടെ മഖാസിദു ശരിയായ ദറൂറത്തുൽ ഖംസയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് പിന്നെ നമ്മൾ ഗൗരവകരമായി ആലോചിക്കേണ്ട സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏതൊരു നിയമവും ഉണ്ടാകുന്നത് അതിൻ്റെ ഏറ്റവും കോർ പിന്നെ സംഗതികളാണ് ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് ഇസ്ലാം ഒരു നിയമം നിർമ്മിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു കാര്യം വിലക്കുന്നതിലൂടെ. ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താൽ അതെ, അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അതാണ്. ഒന്നാമത്തേത് ദീൻ. അഥവാ ദീൻ ഉണ്ടെങ്കിലാണ് മനുഷ്യനെ ഈ ലോകം കൃത്യമായി നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം എന്ന് പറയുന്നത് അവർ എങ്ങനെ മുന്നോട്ട് ചലിക്കണം എന്നുള്ള അവരെ സൃഷ്ടിച്ച ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ. അപ്പോൾ ദീൻ ഇവിടെ നിലനിൽക്കണം. രണ്ടാമത്തേത് ജീവൻ. ഒരു മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ജീവിച്ചിരുന്നാലാണല്ലോ ഈ ദീൻ തന്നെ മുറുകെ പിടിച്ച് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുക. അതുകൊണ്ടാണ് ഇസ്ലാം കൊലപാതകം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവൻ ഇവിടെ സംരക്ഷണം ഉണ്ടാവണം. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളിലൊക്കെയും മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും. മൂന്നാമത്തേത്, മനുഷ്യന് ജീവനുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത അവൻ്റെ മറ്റ് ജന്തുജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ബുദ്ധിയാണ്. അവൻ്റെ ഇൻ്റലക്റ്റ്, അവൻ്റെ ധിഷണ, അവൻ്റെ ബുദ്ധി. അപ്പോൾ ഇത് സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദീൻ ഇവിടെ ഉണ്ടെങ്കിലും ജീവനുണ്ടെങ്കിലും അവന് ശരിയായി ഇതിനെ വിനിയോഗിക്കാനോ അല്ലെങ്കിൽ ശരിയായി മുന്നോട്ട് പോകാനോ കഴിയില്ല. അപ്പോൾ ഇത് നമ്മൾ ലോകത്ത് ഒട്ടേറെ നിയമസംഹിതകളുണ്ട്, ഭരണഘടനകളുണ്ട്. പലതരത്തിലും മനുഷ്യൻ്റെ ജീവിതത്തെ പിന്നെ കൃത്യമായി ചിട്ടപ്പെടുത്താൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും മനുഷ്യൻ്റെ ബുദ്ധിയെ ഇത്രത്തോളം ഇസ്ലാം പരിഗണിച്ചതുപോലെ പരിഗണിച്ചിട്ടില്ല. ഇസ്ലാം അതുകൊണ്ട് അവരൊക്കെ പരിഗണിച്ചത് മനുഷ്യൻ്റെ സുഖങ്ങളെ, മനുഷ്യന് സന്തോഷവും സുഖവും ഉണ്ടാവുക എന്നത് പരിഗണിച്ചപ്പോൾ അവിടെ ഇത്തരം ചില കാര്യങ്ങൾ മനുഷ്യരായതുകൊണ്ട് തന്നെ അതിൽ പരിമിതികളുണ്ടാവും. അവർ ചേർന്നുണ്ടാക്കിയപ്പോൾ അതിൽ ആ ഒരു സ്ഥലം ബ്ലാങ്കായി പോയി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴുള്ള നിയമസംഹിതകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇസ്ലാം ബുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകി. അതുകൊണ്ടാണ് ബുദ്ധിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കി. അത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ, തെളിഞ്ഞ ബുദ്ധിയെ സ്വാധീനിക്കാൻ, ഇപ്പം ലഹരി വസ്തുക്കൾ, മദ്യം, കൃത്യമായി ഹംറ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ള അതിൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ബുദ്ധിയെ പിന്നെ മലിനപ്പെടുത്തുന്നത്, ബുദ്ധിയെ കുഴപ്പത്തിലാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയുണ്ടോ അതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കി. അത് ഒരു കാലത്ത് ലഹരി ഇന്നും ഡ്രഗ്സും ഒക്കെ ഇന്നും ഇതാണെങ്കിൽ പോലും നാളെ ഇനി പുതിയൊരു സംഗതി വന്നു, അതിൽപ്പെട്ടൊരു സംഗതിയാണെന്ന് വേണമെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം ഈ എക്സസീവ് സോഷ്യൽ മീഡിയ യൂസേജ്. സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാതെ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ പ്രായത്തിലല്ലാതെ യാതൊരുവിധ ഗൈഡ് ലൈനുകളും ഇല്ലാതെ ശരിക്ക് അത് ഉപയോഗിക്കാൻ അറിയാതെ ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ, അത് പിന്നെ ആധുനിക സൈക്കോളജി പഠനങ്ങൾ നടത്തുന്ന ആളുകൾ തന്നെ പറയുന്നത് ഒരു കുട്ടിക്ക് ഫോൺ കൊടുക്കുന്ന ഒരു പ്രായം, അതിൽ പലരും ഒരുപാട് പേർ അഭിപ്രായപ്പെട്ടത് ഒരു 3 വയസ്സ് വരെ ആ കുട്ടിക്ക് ഫോൺ കൊടുക്കരുതെന്നുള്ളതാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു കുട്ടി ഫോൺ യൂസേജ് പഠിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. കാരണം ഉമ്മമാരും അതുപോലെ തന്നെ പിന്നെ മക്കൾ പിന്നെ സമാധാനം ഒന്ന് കരയാതെ നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുസൃതി കാണിക്കാതെ അവിടെ ഇരിക്കാൻ ഒന്ന് സമാധാനപ്പെടുത്താനാണ് ഈ ഫോൺ കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു 3 വയസ്സ് മിനിമം ഒരു 3 വയസ്സ് വരെയെങ്കിലും സ്ക്രീൻ യൂസേജ് പാടില്ല. മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. പിന്നെ ഓരോ പ്രായം അനുസരിച്ച് ഒരു ഇന്ന സമയം നിശ്ചയിച്ച് അല്ലെങ്കിൽ ഇന്ന പിന്നെ ടാബ്ലറ്റുകളോ മറ്റോ കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രൂപത്തിലൊരു റെസ്ട്രിക്റ്റഡായ രൂപത്തിൽ ഉപയോഗിച്ച് അങ്ങനെ ഒരു ഗ്രാജ്വലി കൊണ്ടുവരാനാണ് പലരും പറയുന്നത്. അത് ഹിഫ്ദുൽ അഖ്ൽ അഥവാ ബുദ്ധിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചും കൂടി പറഞ്ഞാൽ അതായത് ഒരു മനുഷ്യൻ്റെ തീരുമാനങ്ങളെടുക്കാൻ, മനുഷ്യൻ്റെ റാഷണലായി യുക്തിപരമായി ചിന്തിക്കാൻ, വിവേചനപരമായി കാര്യങ്ങൾ ഡിസിഷൻ മേക്കിംഗ്, ഇതിനൊക്കെയുള്ള മനുഷ്യൻ്റെ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഭാഗത്തുള്ളതാണ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഈ വിഷയം സംസാരിക്കുന്നവരൊക്കെയും പ്രത്യേകം എടുത്തു പറയുന്നൊരു സംഗതിയാണ്. അത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് മാത്രമല്ല, കുട്ടികളുടെ വളർച്ച, അവരുടെ പിന്നെ ഈ വളർച്ചാ കാലഘട്ടത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് ഏകദേശം ഒരു 25 വരെ അല്ലെങ്കിൽ 21 മുതൽ ഒരു 20 വയസ്സിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. അതായത് ആ ഒരു സമയത്തേക്കാണ് ഒരു മനുഷ്യന് ആ ഒരു ബുദ്ധിപരമായ പക്വത ഉണ്ടാകുന്നത്. കാര്യങ്ങൾ തീരുമാനിക്കാൻ, ശരിക്കും കാര്യങ്ങൾ തീരുമാനിച്ച് യുക്തിപരമായി ചിന്തിച്ച്. അപ്പോൾ ഇതിനെ
ഏറ്റവും നന്നായി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ്. ആദ്യത്തെ ഒരു 20 കൊല്ലം ഒരു മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ യാതൊരുവിധ ഗൈഡ് ലൈനുകളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവിധ കണ്ടൻറ്റുകളുമായി എക്സ്പോസ്ഡായി ഒരു കുട്ടി വളർന്നു വരികയാണെങ്കിൽ ആ കുട്ടി 25 വയസ്സാകുമ്പോഴേക്ക് ഇത് വളർച്ച പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്ക് അതിൻ്റെ വളർച്ചയിൽ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ഊന്നിപ്പറയേണ്ട ഒരു പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഥവാ മനുഷ്യൻ്റെ ബുദ്ധിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന വാക്കുകളാണ് ബ്രെയിൻ റോട്ട്. അത് മനുഷ്യൻ്റെ ബുദ്ധി തലച്ചോറ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മെൻ്റൽ ഡീക്കെ അഥവാ മനുഷ്യൻ്റെ തലച്ചോറും ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചീഞ്ഞളിഞ്ഞ് അത് വളർച്ചയില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ എക്സസീവായ സോഷ്യൽ മീഡിയ യൂസേജിൻ്റെ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായ ആളുകൾ പറയാറുള്ള കാര്യങ്ങളാണ്. പിന്നൊന്ന് അടുത്തത് ഹിഫ്ദുൽ ഇർദ് അല്ലെങ്കിൽ ഹിഫ്ദുൻ നസൽ അഥവാ മനുഷ്യൻ്റെ ലീനിയേജ്, മനുഷ്യൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ സന്തതി പരമ്പരകൾ, അവൻ്റെ അഭിമാനം അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏതായാലും ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്നുള്ളത് മാത്രമല്ല ആളുകൾ വളരെ ലാഘവത്തോട് കാണുന്ന ഒന്നാണ് വിവാഹബന്ധം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകൾ. ഇതിനെക്കുറിച്ച് ഒരു പിതൃത്വം മാതൃത്വം എന്നൊരു സംഗതി ഇപ്പോൾ ഈ അടുത്ത് പോലും അമ്മയാകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അമ്മത്വം എന്ന് പറഞ്ഞ സിനിമ നടികളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇസ്ലാം പക്ഷേ കുടുംബത്തെ കാണുന്നത്, മക്കൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അടുത്ത തലമുറയെ കാണുന്നത് ഇതുപോലെ ഒരു സില്ലിയായ സംഗതിയായിട്ടേ അല്ല. ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് വിവാഹത്തെ കാണുന്നത്. പാരൻറ്റിങ് എപ്പോഴാണ് തുടങ്ങുന്നത്, മക്കളെ വളർത്തുന്നത് എപ്പോഴാണ് തുടങ്ങുന്നത് പറയുമ്പോൾ മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുന്നത് മുതൽ, അഥവാ ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുമ്പോൾ നല്ലൊരു സ്ത്രീയെ കൃത്യമായി കാഴ്ചപ്പാടുകളുള്ള, നല്ല ധാർമ്മിക മൂല്യങ്ങളുള്ള, മതബോധമുള്ള, അടുത്ത തലമുറയ്ക്ക് ശരിയായ കാഴ്ചപ്പാടുകൾ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നൊരു സ്ത്രീയാണ് ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുമ്പോൾ. ഒരു സ്ത്രീയായാലും അങ്ങനെ തന്നെ തൻ്റെ മക്കൾക്ക് നല്ലൊരു പിതാവാകാൻ പോകുന്ന, ഒരു കുടുംബത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള, ധാർമ്മിക ബോധമുള്ള, കൃത്യമായി ഒരു അടുത്ത തലമുറയെ വളർത്താൻ പ്രാപ്തിയുള്ള ഒരാളെയാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതുമുതൽ തുടങ്ങുന്നു ഇസ്ലാം പറയുന്ന കൃത്യമായ പാരൻറ്റിങ്. അഥവാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സമൂഹത്തിൻ്റെയും ബേസ് ഇതാണ്. നമുക്കൊരു രാജ്യത്ത് വേണമെങ്കിൽ എത്രയോ കുടുംബ കോടതികൾ നമുക്കുണ്ടാക്കാം. അല്ലെങ്കിൽ ഭരണഘടനയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീനൽ കോഡുകളിലോ ശിക്ഷാ നിയമങ്ങളിലോ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്കും അതുപോലെ മക്കളെ നോക്കാത്തവർക്കും വേണ്ടി ശിക്ഷാവിധികൾ എഴുതി വയ്ക്കാം. ഇപ്പോൾ ആധുനിക മനഃശാസ്ത്രവും അതുപോലെ തന്നെ നിയമനിർമ്മാണവും ഒക്കെ ഇത്ര പുരോഗതിയിലായെന്ന് അഭിമാനിക്കുന്ന ഈ കാലത്ത് പോലും കോടതികൾക്ക് മാക്സിമം ചെയ്യാൻ കഴിയുക കൗൺസിലിങ്ങിന് വിടാൻ പറയാനാണ്. അവിടെ പോലും അങ്ങനെ ഒരു നിർദ്ദേശം വിടാൻ കോടതികൾ, കാരണം അതിനൊരു പരിഹാരത്തിലേക്ക് അവർക്കും ഒരു നിയമം പറയാമെന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഇന്നൊരു സംഗതിയിലേക്ക് ഒരു ശിക്ഷ വിധിക്കാമെന്നല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു ഓപ്ഷനില്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ലോകത്തൊരു ആൾക്കും കഴിയില്ല. അതിന് ദൈവികമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അവിടെ ഇസ്ലാം കറക്റ്റ് ആ മാതൃത്വം, പിതൃത്വം, മക്കൾ, അതുപോലെ തന്നെ അഭിമാന സംരക്ഷണം, അതിൻ്റെ മറ്റൊരു ഇതാണ് വ്യഭിചാരമല്ലാതെ വളരെ കൃത്യമായ നല്ല രൂപത്തിലുള്ള സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ മാന്യമായ കുടുംബത്തിൽ നിന്ന് മാന്യതയുള്ള തലമുറ ഉണ്ടാകുന്നത്. മാന്യമല്ലാത്തപ്പോൾ ഫാദർലെസ് അമേരിക്ക പോലുള്ള പുസ്തകങ്ങൾ ലോകത്ത് വിരചിതമായതെന്തുകൊണ്ടാണ്? അങ്ങനെ സ്വന്തം പിതാവാരണമെന്നറിയാത്ത, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത, അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത യുവാക്കളും യുവതികളും യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ ഇങ്ങനെ ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടുകയും കുട്ടികളുണ്ടാവുകയും അങ്ങനൊരു തലമുറ തന്നെ വളർന്നു വരുമ്പോൾ ആ വിഷയത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ വായിച്ചാൽ വളരെ അത്ഭുതകരമാണ്. അമേരിക്കയിൽ ജയിലുകളിൽ മാത്രം നടത്തിയ പഠനങ്ങളുണ്ട്. അഥവാ ഏറ്റവും കൂടുതൽ ജയിലുകളിലുള്ള കുട്ടികൾ അവർ ഒന്നുകിൽ സിംഗിൾ പേരൻറ്റ്, അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ഉപേക്ഷിച്ച് പോയ, അതുപോലെ തന്നെ ലഹരി മരുന്നുകളിൽ അടിമപ്പെടുന്ന ആളുകൾ, കൊലപാതകങ്ങൾ, അതൊക്കെ പഠനങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇസ്ലാം അതിനെ കൃത്യമായാണ് കണ്ടത്. വിവാഹത്തെ ഏറ്റവും കൂടുതൽ ലളിതമാക്കി ഇസ്ലാം, വ്യഭിചാരത്തെ ഏറ്റവും വലിയ ശിക്ഷയുള്ളതും വളരെ മാതൃകാപരമായ ഒരു മനുഷ്യന് പാഠം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ശിക്ഷകളാണ് ഇത്തരം തിന്മകൾക്ക് ഇസ്ലാം നിശ്ചയിച്ചത്. ഇതിനെ ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒന്ന് ഐഡിയോളജിപരമായി ലിബറലിസവും നിരീശ്വരവും എന്ന മണക്കുള്ള ഐഡിയോളജികളുണ്ട്. അവരിതിനെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ നന്നായി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നൊരു കുട്ടിക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ മാറുന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുടുംബം, ഒരു മാതൃത്വം എന്നതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ തീർത്തും മാറുന്നു. ജോലി, കരിയർ കൺസെപ്റ്റുകൾ അതിനെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് പോലും ഇന്ത്യയിലെയും മറ്റുമൊക്കെയുള്ള ജനസംഖ്യയുടെ കണക്കുകൾ പുറത്തു വന്ന, അത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കേരളത്തിലടക്കമുള്ള ശിശു ജനന നിരക്ക് വളരെ കുറഞ്ഞിരിക്കുകയാണ്.
ഇത് എപ്പോഴാണ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങൾ ഒരു കാലത്ത് അവരുടെ പിന്നെ ബുദ്ധിയിൽ ഉത്ഭവിച്ച ഒറ്റക്കുട്ടി നയവും അതുപോലെ തന്നെ മറ്റു പല നയങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവർ 2025 തോന്നുന്നു 23-25 ആണ് പിന്നെ അവർ നയം മാറ്റുന്നത്. ജപ്പാനിൽ ടോക്കിയോയിൽ മാത്രം അവർ വീക്കെൻഡ് കഴിഞ്ഞ വർഷം 3 ദിവസമാക്കി വർദ്ധിപ്പിക്കും. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വീക്കെൻഡ് 3 ദിവസമാക്കാൻ ടോക്കിയോയിൽ മാത്രം. പിന്നെ അത് വിജയിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ജപ്പാനിൽ നടപ്പാക്കാമെന്നാണ് അവർ പറയുന്നത്. എന്തിനാണ്? കാരണം ഒന്നേ ഉള്ളൂ, കൂടുതൽ ഈ ജോലിയുടെ സ്ട്രെസ്സും മറ്റും അനുഭവിക്കുന്ന പിന്നെ സ്ത്രീകളും പുരുഷന്മാരും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്ന സമയം കൂടുതൽ വേണം. അഥവാ കുറച്ചുകൂടി പച്ചയായി പറഞ്ഞാൽ കൂടുതൽ മക്കളുണ്ടാവണം അവരുടെ നാട്ടിൽ. അപ്പോൾ ഇതിനെ ഗൗരവകരമായി ഇസ്ലാം കണ്ടു. ഇസ്ലാം കൃത്യമായി ഇതിന് വളരെ മാന്യമായ രൂപത്തിൽ കുടുംബം ഉണ്ടാവണം, അവിടെ മക്കളുണ്ടാവണം, അഭിമാനത്തോടു കൂടി പിതൃത്വം മാതൃത്വമൊക്കെ മനസ്സിലാക്കി മക്കൾ ജീവിക്കണം. അങ്ങനെ ഒരു നമ്മൾ സാധാരണ ഒരു കുടുംബം, ഒരു തറവാട് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു കുലീനമായ രൂപത്തിൽ നല്ല മാന്യമായ രൂപത്തിലുള്ളൊരു പിന്നെ പരമ്പരകൾ ഉണ്ടാകണം. അത് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയ ഒന്നാണ്. ഏറ്റവും അവസാനത്തേത് ഹിഫ്ദുൽ മാൽ, സമ്പത്തും ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയ ഒന്നാണ്. സമ്പത്ത് പിന്നെ നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടാതെ വരുന്ന രൂപങ്ങളെ ഇസ്ലാം കൃത്യമായി തന്നെ കണ്ടു. മോഷണം, അതുപോലെ തന്നെ ഗ്യാംബ്ലിംഗ്, ചൂതാട്ടം പോലുള്ള സംഗതികൾ, ലോട്ടറി പോലുള്ള സംഗതികൾ, ഇതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയത് ഈ മനുഷ്യൻ്റെ സമ്പത്തിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ ജഅലല്ലാഹു ലക്കും ഖിയാമൻ എന്നാണല്ലോ. മനുഷ്യൻ്റെ നിലനിൽപ്പിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സമ്പത്ത്. അപ്പോൾ ഈ സമ്പത്തിനെ മാനിപ്പുലേറ്റ്, അത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ നമ്മുടെ ഒരു പർച്ചേസ് കൾച്ചർ മാത്രം നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയ നമ്മുടെ സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ ഏറ്റവും പിന്നെ തെളിവ് വലിയ പഠനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളൊരു കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായ ഒരു ഇതാണ്. നമ്മളൊരു കഴിഞ്ഞ കാലഘട്ടത്തിൽ ആമസോണിലെയോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലെയോ ഒക്കെ പർച്ചേസുകൾ നമ്മളൊന്ന് വെറുതെ ഒന്ന് നോക്കാം. എത്ര മാത്രമായിരുന്നു അതിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായി നമ്മൾ അങ്ങനെ വാങ്ങിയ സംഗതി. ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ ആ സാധനം വാങ്ങുമോ ഇല്ലയോ? ഇത് മുഴുവൻ ഒരു ട്രെൻഡിനനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ചില സെലിബ്രിറ്റികൾ ഇൻഫ്ലുവൻസർമാർ പറഞ്ഞു എന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു വേവ് ഒരു ട്രെൻഡ് ഇങ്ങനെ വരുന്നു, അപ്പോൾ പിന്നെ നമ്മളും അത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്ര സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് കുട്ടികളുടെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് പോലും സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടക്കുന്നൊരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ അശ്ലീലമായിട്ടുള്ള കണ്ടൻറ്റുകൾ വിൽപ്പന, ടെലഗ്രാം പോലുള്ള ആപ്പുകൾ. നമ്മൾ കേരളത്തിലടക്കം സ്വന്തം വീട്ടുകാരുടെ സ്വന്തം പിന്നെ വീട്ടിലെ സ്ത്രീകളുടെ അടക്കം ചിത്രങ്ങൾ പിന്നെ ടെലഗ്രാമിലൂടെ വിൽപ്പന നടത്തി അതിലൂടെ പൈസ സമ്പാദിക്കുന്നത്. അതുപോട്ടെ സ്വന്തം ചിത്രങ്ങളടക്കം വിൽപ്പന നടത്തി, കാരണം അതിൽ മുഖമൊന്നും കാണിക്കേണ്ടില്ല, അല്ലെങ്കിൽ മുഖം മാറ്റാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിൽപ്പന നടത്തി അതിലൂടെ പൈസ സമ്പാദിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് 19 വയസ്സിനൊക്കെ താഴെയാണ്. 13-14 വയസ്സുള്ള പെൺകുട്ടികളാണ് അതിലൊക്കെ പിന്നെ ചെന്ന് ചാടുകയും ഒക്കെ ചെയ്യുന്നത്. ഇവരെ മറ്റൊരു തരത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഈ കുട്ടികൾ നമ്മുടെ ഒരു വിഷയം തന്നെ അതാണല്ലോ. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിലുള്ള നമ്മുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു 18 വയസ്സ് താഴെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി പിന്നെ സമൂഹത്തിൽ ഇടപെടാൻ അറിയാത്തൊരു പ്രായം, അത് എത്താത്തൊരു പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ ലോകത്ത് ആരെ വിശ്വസിക്കണം, ആരെയാണ് നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് നമ്മളെ പിന്നെ അപകടത്തിൽപ്പെടുത്താൻ കാത്തിരിക്കുന്നവരെ മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികളെ വളരെ വലിയ സാമ്പത്തിക ചൂഷണങ്ങൾക്കൊക്കെ അവരുടെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പ്രണയം നടിച്ചും മറ്റുമൊക്കെ ഒരുപാട് ആളുകളെ വലയിലാക്കുന്നത്. അത് ആൺകുട്ടികളടക്കം പല രൂപത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ എനിക്കൊന്ന് 2-3 ദിവസം മുമ്പ് വന്ന വാർത്തയാണ്, ഒരു മുതിർന്ന സ്ത്രീയും അവരുടെ പിന്നെ ബോയ് ഫ്രണ്ടും കൂടി ഒരു 13-14 വയസ്സുള്ള കുട്ടിയെ പ്രണയം നടിച്ച് ഫോട്ടോകൾ കൈക്കലാക്കുന്നു. പിന്നെ സാമ്പത്തിക ചൂഷണം, പിന്നെ വീട്ടുകാർ പിന്നെ ഇവൻ്റെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പൈസ അടക്കടെ നഷ്ടമാകുന്നു. ഇത് അറിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം എന്തൊക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു അതൊക്കെയും തകർക്കുന്ന പരിപാടി ഈ ഒരു ഇതിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് നിലക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെ സംരക്ഷണം, അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ദീൻ, അതുപോലെ തന്നെ ബുദ്ധി, ഇത്തരം സമ്പത്തൊക്കെ. സാമ്പത്തികമായി സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ചില മക്കളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരെ വീട്ടുകാരെ അവരെ കൊണ്ടുവരും. ഒരു പക്ഷേ ഗെയിം കളിച്ചിട്ട് 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് 18 വയസ്സ് പോലും തികയാത്ത, സ്വന്തമായി ഒരു പക്ഷേ അക്കൗണ്ട് ആ നിലക്ക് എടുക്കാൻ അധികാരമില്ലാത്ത ആളുകൾ സ്വന്തം ഉമ്മൻ്റെ ഇപ്പൻ്റെ അക്കൗണ്ട് എന്നാണ്, ഉമ്മിപ്പോൾ ലാസ്റ്റാണത് അറിയാം ഇത്രയൊക്കെ പൈസ എൻ്റെ ഒന്ന് പോയോ. പലരും ഒരു പക്ഷേ കുറച്ചൊക്കെ മുതിരുമ്പോൾ അവരുടെ അക്കൗണ്ടുകളൊക്കെ മക്കളായിരിക്കും ചിലപ്പോൾ ഈ ഗൂഗിൾ പേ പോലുള്ള സംഗതികളൊക്കെ ചിലപ്പം
അറിവില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് പരിചയമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ മക്കളായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൺലൈൻ ട്രാൻസാക്ഷൻസും മറ്റുമൊക്കെ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ഗെയിമുകളിലൊക്കെ പോയിട്ട് അതെ അതെ 10,000ങ്ങളും ലക്ഷങ്ങളും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഏരിയ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുവെ ഹവൻ നഫ്സ്, നമ്മുടെ ഒരു ദേഹേച്ഛ. ഇത് ശരിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗത്തെ നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ ഒരു സ്വാധീനം വരുന്നത്? അതെ, നമ്മൾ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹം ഇങ്ങനെ മാറി വരുമ്പോൾ ഒരു തിന്മ ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ ഹവ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവൻ്റെ അഥവാ തന്നിഷ്ടം അല്ലെങ്കിൽ തോന്നിയതുപോലെ അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുക. ഇതാണല്ലോ ഹവ എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ മനുഷ്യർ ഒരുപാട് തടസ്സങ്ങൾ സാമൂഹികമായും അതുപോലെ തന്നെ മതപരമായും ഒക്കെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വ്യഭിചാരം, അല്ലെങ്കിൽ പിന്നെ ഒരു സ്ത്രീയുടെ നഗ്നത കാണുക. നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പ് ഇതിനൊരാൾക്ക് ആ ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ എന്തായിരുന്നു അയാളുടെ സമൂഹത്തിലെ സ്ഥിതി? ഒരു പക്ഷേ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ അത്ര വലിയ സമ്പത്തുള്ള ഒരുപാട്, നമ്മൾ കഥകളിലൊക്കെ വായിക്കാറുള്ളത് പോലെ ചരിത്രത്തിലൊക്കെ ഒരുപാട് വെപ്പാട്ടിമാരൊക്കെ ഉള്ള ആയിരക്കണക്കിന് ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ പിന്നെ അന്തപുരത്തിലൊക്കെ സൂക്ഷിച്ചിരുന്ന രാജാക്കന്മാർക്കൊക്കെയാണ് അതിന് അവസരം ഉണ്ടായിരുന്നത്. ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യനൊരിക്കലും അങ്ങനൊരു ഇതിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ വലിയ സമ്പത്ത് കൊടുത്ത് അങ്ങനെ. പക്ഷേ ഇന്നങ്ങനെയാണോ ഇന്ന സ്ഥിതി? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 18+ എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ I am 18+ എന്നുള്ളത് ഞെക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പല വിധത്തിലൂടെ അതൊന്നും ഒരു വിലങ്ങുതടിയേ അല്ല. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് എല്ലാവർക്കും ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ ചെറുപ്പത്തിലെ ഫോൺ ഉപയോഗിച്ച് വന്നൊരു കുട്ടിക്ക് ഫോണിലെ സെറ്റിങ്സുകൾ അറിയാം. നമ്മൾ ഈ താറാവിനെയും മറ്റൊക്കെ ജനിച്ചിട്ട് നീന്താൻ പഠിപ്പിക്കേണ്ടെന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ഒരു ജനറേഷൻ ബീറ്റ ജനറേഷനിലെ കുട്ടികളെ, ആൽഫ ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫോൺ ഉപയോഗിക്കേണ്ടത് എങ്ങനെയൊന്നും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നഴ്സിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ആ ഒരു സെൽഫി ഇതിലേക്കും ആ ഒരു ലോകത്തേക്കാണ് പിന്നെ മാതാപിതാക്കൾ തന്നെ. അപ്പോൾ അത് അവർക്കൊരു പിന്നെ മനുഷ്യൻ്റെ ഒരു പരിണാമം, ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു പരിണാമത്തിൽ മനുഷ്യനിപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു കഴിവായിട്ട് തന്നെ പറയാം, ഫോൺ ഉപയോഗം ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 വയസ്സുള്ള അല്ലെങ്കിൽ എത്ര ചെറിയ പ്രായത്തിലുള്ള കുട്ടി മുതൽ പിന്നെ പ്രായപരിധി ഇല്ലാതെ ഏതൊരു മനുഷ്യന് മുൻപിലും ഈ പറഞ്ഞ എല്ലാവിധ തിന്മകളുടെയും ഒരു ഓപ്ഷൻ അവിടെ അവൈലബിളാണ്. ഒരു ക്ലിക്കിനകലെ അല്ലെങ്കിൽ ഒരു സ്ക്രോളിനകലെ ഇത് അവൈലബിളാണ്. ഇത് പൊതുവെ പലപ്പോഴും പിന്നെ രക്ഷിതാക്കളെന്ന നിലയിൽ സ്വന്തം കുട്ടികളെക്കുറിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകളിൽ കേൾക്കാറുള്ളത്, അവർ സ്വയം എൻ്റെ കുട്ടിയത് അത് ചെയ്യാൻ മാത്രം അവനായിട്ടില്ല. അതെ, മാത്രമല്ല നിഷ്കളങ്കരായ എൻ്റെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ അവിടെ ഇങ്ങനെ ഒരു സംഗതിയിൽ ചെന്ന് അത് അത്ഭുതമാണ് രക്ഷിതാക്കൾക്ക്. എനിക്കൊന്നൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ തിരിച്ചറിയേണ്ടത് നമ്മളെക്കാൾ എത്രയോ ആ മക്കൾ വളർന്നു, അവർ അപ്ഡേറ്റഡ് ആണ്, അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായി ഒന്ന് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. മറ്റൊന്ന്, ഈ ഹവനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിലും തർബിയത്ത് എന്നുള്ള വളരെ വലിയൊരു സംഗതി, ഇസ്ലാമിക സങ്കല്പം, അത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. നിങ്ങളെല്ലാവരും ഒരു ആട്ടിൻ പറ്റത്തെ നയിക്കുന്ന ഇടയന്മാരെ പോലെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് കീഴിലുള്ള റഅയ്യത്തിനെ കുറിച്ച് നിങ്ങൾ നാളെ ചോദിക്കപ്പെടും. ഇതിൻ്റെ ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ഭരണസിരാകേന്ദ്രം പോലെ ഇമാമു റായിൻ, ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ തൻ്റെ കീഴിലുള്ള ഭരണീയരെ സംബന്ധിച്ച് നാളെ ചോദിക്കപ്പെടുന്നയാളാണ്. പിന്നെ പറഞ്ഞ 2 കാര്യങ്ങളും, ഒരു പുരുഷൻ അവൻ്റെ വീട്ടിൽ അവൻ്റെ മക്കൾ, അതുപോലെ തന്നെ അവൻ്റെ വീട്, അവൻ്റെ ഭാര്യ, അവൻ്റെ കീഴിലുള്ള ആളുകൾ, അവൻ്റെ അവരെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ളവരാണ്. മസ്ഊലുൻ അൻ റഅയ്യതി, നാളെ അള്ളാഹു ചോദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്ത്രീ, അവരുടെ ഭർത്താവിൻ്റെ വീട്, മക്കൾ, കുടുംബം, ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തം നാളെ ചോദിക്കും. ഈ ഉത്തരവാദിത്വ ബോധം ഇസ്ലാം പറയുന്നൊരു സംഗതിയാണ്. അതിൽ പ്രത്യേകിച്ച് മക്കളുടെ തർബീയത്ത് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. ഒരു പക്ഷേ മൃഗങ്ങൾ പോലും പിന്നെ ജന്മസിദ്ധമായി അവർക്ക് ഇപ്പോൾ കോഴിയെ തിന്നാൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ പോലും തള്ളക്കോഴി കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ മനുഷ്യൻ അതിനേക്കാൾ കൂടുതൽ ജനിച്ച് വീണാൽ പിന്നെ ഒരിക്കലും സ്വന്തമായി പിന്നെ ഉമ്മയുടെ മുല കുടിക്കാൻ പോലും അറിയാതെയാണ് ഒരു കുട്ടി ജനിക്കുന്നത്.
അപ്പോൾ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ഒരു ദൗർബല്യം കൂടി ആ ജനനത്തിൽ തന്നെ പ്രകടമാണ്. പക്ഷേ എന്നാൽ പോലും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ തർബീയത്തിനെ വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. വളരെ ഗൗരവം. ഓരോ വളർച്ചയും ഓരോ ഘട്ടവും അവനെ പഠിപ്പിക്കണം. കൃത്യമായി നിസ്കരിക്കേണ്ട പ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. എന്നാൽ അവിടെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരു ശിക്ഷണ നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര ഒരു പറയുക, ഉപദേശിക്കുക. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഒരു 7 വയസ്സ് 10 വയസ്സായി കഴിഞ്ഞാൽ എന്നിട്ടും, അഥവാ ചിലപ്പോൾ ആളുകൾ ചോദിക്കും 10 വയസ്സായ കുട്ടിയെ അടിക്കാൻ ഇസ്ലാം പറയുന്നു, ബാലപീഡനം മറ്റും. അതുപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഒരു 7 വയസ്സുള്ളൊരു കുട്ടി അവനോട് നിസ്കരിക്കാൻ പറയുകയും അതുപോലെ തന്നെ ഉപദേശിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ഒരു 3 വർഷം ഒരു ദിവസം പിന്നെ 5 നേരം അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 3 വർഷം എത്രയാവും നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. അത്ര തവണ ഒരു കുട്ടിയോട് പറയുകയും അല്ലെങ്കിൽ ദിവസം ഒരു തവണയെങ്കിലും മിനിമം കുട്ടി അത്ര തവണ പറയാത്തൊരു കുട്ടിയെ പിന്നെ ഒരു മാതാപിതാക്കളാകുമ്പോൾ സ്വാഭാവികമായും ശിക്ഷണ നടപടികളിലൂടെ അടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ക്രൂരതയല്ല, അതൊരു ശിക്ഷണ നടപടിയുടെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ 10 വയസ്സാകുമ്പോൾ പിന്നെ സഹോദരങ്ങളാണെങ്കിൽ പോലും അവരെ കിടക്ക മാറ്റി, വിരിപ്പ് മാറ്റി, സെപ്പറേറ്റ് കിടക്കൽ കിടത്തണം. അതൊക്കെ ഇസ്ലാം കൃത്യമായി കറക്റ്റ് പറഞ്ഞു തന്നു, ഇവിടെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ പിന്നെ മാതാപിതാക്കളാണെങ്കിൽ പോലും ഒരു വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ആ പ്രൈവസി, ആ ഒരു സമയത്ത് പോലും അനുവാദം ചോദിക്കണമെന്നുള്ള പിന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീനത്തുല്ലാഹുന സിയാബക്കും മിനൽ ദഹീറത്തി വമിൻ ബാദി സ്വലാത്തിൽ ഇശ. അപ്പോൾ അത് കൃത്യമായി ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അവിടെ ഒരു മാതാപിതാക്കൾ ഉറങ്ങുന്ന മുറിയിലേക്ക് മക്കൾ കയറി ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ഒരു പക്ഷേ എത്ര മുസ്ലിങ്ങൾക്ക് തന്നെ ഇന്ന് അറിയുമോ എന്നുള്ളത് സംശയമാണ്. സ്വന്തം മാതാപിതാക്കളുടെ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ ഡോറ് തട്ടി അനുവാദം ചോദിച്ചിട്ടാണ് ചെല്ലേണ്ടത്. മാതാപിതാക്കൾ എന്നുള്ളത് വേറെ. പക്ഷേ സ്വാഭാവികമായും മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്താണ് അവരുടെ വസ്ത്രങ്ങൾ മാറി കിടക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്കങ്ങനെ അവിടെ നമ്മൾ അനുവാദം ചോദിച്ചിട്ടാണ് കയറേണ്ടത്. അപ്പോൾ അവരുടെ എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായി, ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ കൃത്യമായ തർബീയത്തിൻ്റെ പാഠങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു. അത് ആദർശ രംഗത്ത്, അതുപോലെ തന്നെ വിശ്വാസ രംഗത്ത്, പിന്നെ സ്വഭാവ രംഗത്ത്, മനുഷ്യൻ ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തുന്ന രംഗത്തൊക്കെ കൃത്യമായി പഠിപ്പിച്ചു. അത് നമ്മൾ മനസ്സിലാക്കി ആ പാഠങ്ങൾ ശരിക്കും ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ഈ ഒരു രംഗത്ത്, കുട്ടികളെ വളർത്തുന്ന രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇതില്ലെങ്കിലുള്ള പ്രശ്നം, ഈ ഒരു ചിട്ടയും ഈ ഒരു അച്ചടക്കവും ഉണ്ട് പിന്നെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ നിയന്ത്രിക്കാം. ഇത് നമ്മളൊരു ഒരു പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ നേടിയെടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബ സംവിധാനം, നമ്മുടെ ഒരു ധാർമ്മിക സർക്കിൾ ഇതിന് നമ്മളെ പ്രാപ്തരാക്കിയില്ലെങ്കിലുള്ള പ്രശ്നമാണ് ഇനി ലോകത്ത് എന്ത് CCTV വെച്ചിട്ടും കാര്യമില്ല, എന്ത് നിയമനിർമ്മാണം നടത്തിയിട്ടും കാര്യമില്ല. ഈ ലോകത്തിന് എന്ത് അയാളെ പിന്നെ എത്ര വലിയ സംവിധാനം മനുഷ്യൻ ഡെവലപ്പ് ചെയ്തിട്ടും കാര്യമില്ല, ആ മനുഷ്യൻ അത് പൊട്ടിച്ച് പുറത്ത് ചാടും. എന്നാൽ ഈ ഒരു ധാർമ്മികമായൊരു അച്ചടക്കം, ഡിസിപ്ലിൻ, ഒരു ഫൗണ്ടേഷൻ, അതിനോടൊപ്പം പിന്നെ കൂടുതൽ മത പഠനങ്ങൾ നടത്തുന്നതിലൂടെ, അള്ളാഹുവിനെക്കുറിച്ച്, സൃഷ്ടാവിനെക്കുറിച്ച് അറിയുന്നതിലൂടെ, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന ധാർമ്മിക മതബോധങ്ങൾ കിട്ടുന്നതിലൂടെ അത് പിന്നെയും വർദ്ധിക്കും. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കും. ഇതില്ലെങ്കിലുള്ള പ്രശ്നം സ്വന്തം ഒരു മനുഷ്യനെ പിന്നെ തിന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ തന്നിഷ്ടങ്ങളിലേക്ക് അവന് ചെയ്യാൻ പിന്നെ അതൊക്കെ നടപ്പാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു മനസ്സ് സ്വാഭാവികമായും മനുഷ്യനെ പലപ്പോഴും കീഴടക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനൊരു വളർന്നു വന്ന ആളാണെങ്കിലും ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യില്ല എന്നാണ്. മനുഷ്യനാണോ അവൻ്റെ തെറ്റുകൾ സംഭവിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്. അതൊരു മനുഷ്യൻ്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് അവനിലുള്ള തിന്മകൾ ഉണ്ടാവും എന്നുള്ളത്. ആ തിന്മകൾ അവന് ചെയ്തതിന് ശേഷം അവൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതനുസരിച്ചാണ് അവന് പിന്നെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നത് പോലെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, ഒരു മനുഷ്യനെ പിന്നെ സ്വന്തം പിന്നെ നഫ്സിനെ, സ്വന്തം ഹവയെ, സ്വന്തം മനസ്സിൽ തോന്നുമ്പോൾ തന്നെ അതിനെ അടക്കി നിർത്തി, അല്ലെങ്കിൽ അതിനെ സ്വയം നിയന്ത്രിച്ച്, പിന്നെ അല്ലാമ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞതുപോലെ, ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ, ഏറ്റവും വലിയ ജിഹാദ്, ഏറ്റവും വലിയ സമരം, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് പ്രയാസമുള്ളൊരു സംഗതിയാണ് സ്വന്തം മനസ്സിനോട്, തിന്മകളോടും സ്വന്തം മനസ്സിനോടുമുള്ള സമരം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുക. അത് പിന്നെ ചെയ്യുമ്പോൾ നാളെ പടച്ചവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ബോധം ഉണ്ടാവുക. അവർക്കാണ് സ്വർഗ്ഗമുള്ളത് എന്നാണ് സൂറത്തുൽ നാസിയാത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഹവയെ കൃത്യമായി നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അതിനെ എങ്ങനെയാണ് നമ്മൾ പിന്നെ പിടിച്ചു കെട്ടേണ്ടതെന്ന് ഒരു പരിധിക്കപ്പുറം ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് അത് കിട്ടിയില്ലെങ്കിൽ ഇതിനെ എത്ര പിന്നെ വലുതായി പൊലിപ്പിച്ച് കാണിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം അവസരങ്ങൾ തുറന്നു കൊടുക്കാൻ പറ്റുമോ, അതാണ് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നത്. അതൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള പിന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് മൃഗീയമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. അതില്ല എന്ന് പറയുക, അല്ലെങ്കിൽ പിന്നെ
മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ അത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ മനുഷ്യൻ പൊതുവേ ഒരു മാന്യത ഉള്ളവനാണ്, അവനങ്ങനെ തിന്മയൊന്നും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ വെറുതെ നമ്മളൊരു ചോദ്യം ചോദിച്ചു നോക്കിയാൽ മതി. വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ, വെറുതെ ഒരു പിന്നെ സാങ്കല്പികമായി നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തെ എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അവിടുത്തെ നിയമസംഹിത അല്ലെങ്കിൽ അവിടുത്തെ ക്രിമിനൽ കോഡ് അസാധുവാക്കാൻ ഈ പറഞ്ഞ ആളുകൾക്ക് ധൈര്യം, അതിനെക്കുറിച്ച് ചിന്തിക്കാനെങ്കിലും നമുക്ക് ധൈര്യം ഉണ്ടാവുന്നതാണ്. വെറുതെ നമ്മളൊന്ന് ചിന്തിച്ചു ആയിക്കോട്ടെ, അത് ഉറപ്പാണ് 100%. ഇതിനെ പിന്നെ വിമർശിക്കുന്ന ആളുകൾ പോലും എന്ത് പറയും, ഇത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടായിട്ടും CCTV ഉണ്ടായിട്ടും ഒരു നമ്മളെന്ന് പറയുന്നത് 1 മിനിറ്റ് നേരത്തേക്ക് പറയാണ് ഇന്ന രാജ്യത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായും അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ പുരോഗമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ മതത്തെയൊക്കെ ചവിട്ടി താഴ്ത്തി പിന്നെ നിരീശ്വരവാദവും മറ്റുമൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ പുരോഗതി പ്രാപിച്ചു എന്ന് പറയുന്ന ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ചില ആളുകൾ വലിയ സംഭവങ്ങളെ ഉയർത്തി കാണിക്കാറുണ്ട്. അതിലുള്ള പിന്നെ പ്രശ്നം വേറെ, അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ പറയുകയാണ്, അങ്ങനെ ഒരു രാജ്യത്ത് നിങ്ങൾ പറയുന്ന ഒരു ഐഡിയലായ ഒരു പിന്നെ നിങ്ങൾ കാണുന്ന ഒരു കിനാശ്ശേരി ഉണ്ടാവുമല്ലോ, അവിടെ എങ്കിൽ പോലും നിങ്ങൾക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഒരു പ്രഖ്യാപനം, ഇവിടെ ഇനി 1 മിനിറ്റ് നേരത്തേക്ക് ഇനി എന്ത് ചെയ്താലും അത് ഇവിടുത്തെ നിയമം നിങ്ങളെ നോക്കില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ എല്ലാം അസാധുവാക്കിയിരിക്കുന്ന ഇവിടുത്തെ ക്രിമിനൽ കോഡ്, ഇവിടുത്തെ പിന്നെ ശിക്ഷാ നിയമങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ ആ രാജ്യം തന്നെ ഉണ്ടാവില്ല, ഒരുപക്ഷെ ആ ഭൂമി തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വല്ല ഉത്തര കൊറിയയോ അല്ലെങ്കിൽ പിന്നെ ആണവ ഇതൊക്കെയുള്ള വല്ല രാജ്യങ്ങളാണെങ്കിൽ ഈ ഭൂമി തന്നെ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്കറിയാം, അതൊരു ബേസിക്കായിട്ടുള്ള മനുഷ്യൻ്റെ ഒരു യാഥാർത്ഥ്യബോധം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് പിടിച്ചു കെട്ടാം, എങ്ങനെ അതിനിടയിലും ആ തിന്മകളുടെ സാഹചര്യങ്ങൾക്കും തിന്മകളുടെ ആഭിമുഖ്യത്തിനും ഇടയിലും നല്ല മനുഷ്യനായി ജീവിക്കാം എന്നുള്ളതാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അതിനാണ് ഈ പറഞ്ഞ കുടുംബ സംവിധാനങ്ങൾ, തർബീയത്തും മതമൂല്യങ്ങളും പ്രവാചകന്മാരും അതുപോലെ തന്നെ കൃത്യമായ വേദഗ്രന്ഥങ്ങളുടെ പിന്നെ ധാർമ്മികമായിട്ടുള്ള പാഠങ്ങളൊക്കെ. ഓക്കെ, ഇത്തരം തിന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സുകൾ മന്ത്രിക്കുമ്പോഴും സ്വർഗത്തെ ആഗ്രഹിച്ച് അള്ളാഹുവിനെ പേടിച്ച് ആ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പൊതുവെ ഈ AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ അത് ഇത്രയധികം പുരോഗമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഇതിൽ ഇസ്ലാം വെച്ച് അതിർവരമ്പുകൾ എവിടെയൊക്കെയാണ്, ഇതിൻ്റെ എത്ര ഉപയോഗിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ AI ജനറേറ്റഡ് ഇമേജുകൾ അതുപോലെ ഡീപ് ഫേക്ക് പോലെയുള്ള സംഗതികൾ വരുമ്പോൾ ഇതിൽ നമുക്ക് എത്ര ഉപയോഗിക്കാൻ പറ്റും, അതിൻ്റെ ഒരു ഹദ്, അതിൻ്റെ പരിധി എത്രയാണ്, അതിൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ സംഗതികൾ വരുമ്പോൾ അത് സ്വാഭാവികമാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജികൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പഠനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ മതത്തിൽ കൃത്യമായി പരാമർശങ്ങളില്ലാത്ത പുതിയ സംഗതികൾ വരും. അതിനർത്ഥം മതം അവിടെ പരാജയപ്പെട്ടു എന്നല്ല, മതത്തിന് കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ട്. ദൈവിക മതമാണെങ്കിൽ, യഥാർത്ഥ മതമാണെങ്കിൽ അതിന് കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ടാവും. അതനുസരിച്ച് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ സിമ്പിളുമായിരിക്കും. ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു പുതിയ കാര്യം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ദീനിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്ന് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചൊരു ഹദീസുണ്ട്, ഇന്നൽ ഹലാല ബയ്യുൻ വ ഇന്നൽ ഹറാമു ബയ്യുൻ. ഹലാൽ ഹറാം, അനുവദനീയമായത് നിഷിദ്ധമായത്, അത് രണ്ടും കൃത്യമായി മതം പഠിപ്പിച്ചു. ഇനി പുതിയൊരു കാര്യം വന്നു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം വന്നു, ബൈനഹുമ ഉമൂറുൻ മുഷ്തബിഹാത്ത്, അഥവാ മനുഷ്യന് ചിലപ്പോൾ ആശയക്കുഴപ്പം തോന്നുകയാണ്, അല്ലെങ്കിൽ ഇത് ഹലാലായിരിക്കും അല്ലെങ്കിൽ ഹറാമായിരിക്കും. അവിടെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് കരുതി ചെയ്യാമെന്നല്ല, അതൊന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഇസ്തബ്ര അലി ദീനിഹി വഇർദിഹി, അവൻ്റെ മതത്തിനും ദീനിനും അതുപോലെ തന്നെ അവൻ്റെ അഭിമാനത്തിനും അതാണ് കൂടുതൽ നല്ലത്. കാരണം പിന്നെ റസൂലുള്ളാഹി ഉപമയൊക്കെ പറയുന്നു, ആ ഹദീസിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കായി ചോദിച്ച ഈ ഒരു AI പോലുള്ള സംഗതികളാണെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു AI ഇപ്പോൾ ഡീപ് ഫേക്ക് അല്ലെങ്കിൽ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു, എന്താണ് ഇതിലുള്ള ഇസ്ലാമിക നിലപാട്? ആ ഇമേജ് ജനറേറ്റ്, സാധാരണ മനുഷ്യർ ചിത്രം വരയ്ക്കുന്നു, ചിത്രം ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം നിഷിദ്ധമാണ് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ വളരെ തർക്കമില്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ അവിടെ വരയ്ക്കുന്നത് നമ്മളെ കൈ കൊണ്ട് നമ്മൾ വരയ്ക്കുന്നു, ഇവിടെ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ വരച്ചു തരുന്നു. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഇതേപോലെ നമ്മൾ വേറൊരു ചിത്രകാരനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര പൈസ തരാം, നമ്മൾ ജെമിനിയോടോ അല്ലെങ്കിൽ ചാറ്റ് GPTയോടൊക്കെ പറയുന്ന പോലെ ഇത്ര 500 രൂപ തരാം, നിങ്ങൾ എനിക്കൊരു ചിത്രം വരച്ചു തരണം. സെയിം സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത്. ചിത്രം വരയ്ക്കൽ നിഷിദ്ധമായ ചിത്രങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഏത് രൂപത്തിലുള്ള ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് സ്വാഭാവികമായും നിഷിദ്ധം തന്നെയാണ്. നമ്മൾ തന്നെയാണ് അതിന് പ്രോംപ്റ്റ് കൊടുക്കുന്നത്, നമ്മൾ തന്നെയാണ് അത് ജനറേറ്റ് ചെയ്യാനുള്ള പിന്നെ ഇത് ഞെക്കുന്നത്, നമ്മൾ തന്നെയാണ് അതിനെ കൊണ്ട് അത് ഉണ്ടാക്കിപ്പിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ നമ്മൾ തന്നെ അത് വരച്ചതുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ അത് നിഷിദ്ധമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം. അതാണ് ആ വിഷയത്തിൽ ഉള്ളത്. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഇപ്പോൾ ഇസ്ലാം വെച്ച ഇത്തരം അതിർവരമ്പുകളെ
ഇത്തരം നിയമങ്ങളൊക്കെ ഞങ്ങൾ എന്തിനു സൂക്ഷിക്കണം, അതിലൂടെ ഞങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് എന്ന് ഒരു പക്ഷേ ചിലർക്കെങ്കിലും, അല്ലെങ്കിൽ ഇസ്ലാം ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റില്ല. ഒരു പക്ഷേ ഇപ്പം നേരത്തെ നമ്മൾ ഇതിൽ പറഞ്ഞ പലതും, ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആസ്വാദനമുണ്ട്, അശ്ലീല വീഡിയോകൾ കാണുമ്പോൾ ഞങ്ങളൊരു ആസ്വാദനം അനുഭവിക്കുന്നുണ്ട്. ഇത്തരം ആസ്വാദനങ്ങളെ ഞങ്ങൾ എന്തിനു വേണ്ടി ഒഴിവാക്കണം എന്നൊരു പക്ഷേ പലരുടെയും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. അത് പിന്നെ ലോകവീക്ഷണം, അതായത് ഒരു മനുഷ്യൻ്റെ ആശയം, ആദർശം, നമ്മൾ പൊതുവെ വേൾഡ് വ്യൂ അല്ലെങ്കിൽ ലോകവീക്ഷണം എന്നൊക്കെ പറയാറുണ്ട്. അഥവാ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യത്തിലാണ് ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത്. അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് സോഷ്യൽ മീഡിയ, ദീൻ എന്നതിനെ. ഇപ്പോൾ കറക്റ്റ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, പിന്നെ അൽ മർഉ അല ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരൻ, അവൻ്റെ ഏറ്റവും ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം, അവൻ്റെ ഉറ്റമിത്രത്തിൻ്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരുമായിട്ടാണ് നിങ്ങൾ പിന്നെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നത്, ഉറ്റ സുഹൃത്തുക്കൾ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇടപെടുന്ന എൻഗേജ് ചെയ്യുന്ന ആളുകൾ ആരാണെന്നുള്ളത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു, നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടായ ഒരു ബൂം, ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ ഭൂമി ആയപ്പോൾ ലോകത്ത് പ്രചരിച്ച ആശയങ്ങൾക്കുള്ള ഒരു വലിയ പ്രചരണം, നല്ല ആശയങ്ങളാണെങ്കിൽ അതിനും മോശപ്പെട്ട ആശയങ്ങളാണെങ്കിൽ അതിനും വലിയ പ്രചാരണത്തിന് വളരെ സിമ്പിളായ ഒരു ക്ലിക്കിലൂടെ അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ ഇപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ലോകത്ത് അത് മുഴുവൻ പ്രചരിക്കും. അപ്പോൾ അതിൽ മനുഷ്യൻ്റെ ആശയതലത്തെ ആളുകൾ സ്വാധീനിക്കുകയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യന് ആരാണ്, മനുഷ്യൻ എന്താണ്, മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ട് ഇനി മരണം, അത് മരണം എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിതം തന്നെ എന്തിനാണ്, ഈ ലക്ഷ്യബോധത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മനുഷ്യനെ മറപ്പിക്കാൻ ശ്രമിക്കുക. അതും പിന്നെ ലക്ഷ്യബോധം എന്നുള്ളത് ജീവിതത്തിൻ്റെ മാത്രമല്ല, ഏത് കാര്യത്തിൻ്റെയും ലക്ഷ്യബോധം മറപ്പിക്കുന്ന പിന്നെ ഒരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയ എന്നതിനുള്ളത്. അതുകൊണ്ടാണ് ഉദാഹരണത്തിന് യൂട്യൂബിനെ കുറിച്ചുള്ളൊരു പഠനം ഉണ്ടായിരുന്നു. യൂട്യൂബിലുള്ള അതിൻ്റെ വ്യൂസിൻ്റെ ഉത്ഭവം, അതായത് ആ പഠനത്തിൽ പറയുന്നത്, ആ പഠനമൊന്നും നമ്മൾ നോക്കേണ്ട, നമ്മൾ തന്നെ നമ്മുടെ യൂസേജ് മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ പറയുന്നത് ഇതാണ്, യൂട്യൂബിൽ നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂർ കാണുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ 70% നമ്മൾ അറിയാതെ അൺഇൻറ്റൻഷനലി ആയി നമ്മൾ കാണുന്ന വീഡിയോകളാണ്. അത് സ്വാഭാവികം, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു 30% യൂട്യൂബിലെ വ്യൂസ് മാത്രമാണ് ഇൻറ്റൻഷനലി ആളുകൾ കാണുന്നത്. അഥവാ ചിലപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്യും, ഇന്നൊരു കാറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു വ്ളോഗ്, ഓക്കെ, നമ്മൾ ആവശ്യമുള്ളൊരു സംഗതി, പാചക വീഡിയോ, എന്തെങ്കിലും ഒരു ട്രാവൽ വീഡിയോ നമ്മൾ സെർച്ച് ചെയ്യുന്നു, കാണുന്നു. പക്ഷേ അത് ചിലപ്പോൾ 1-2 തവണ നമ്മൾ സെർച്ച് ചെയ്യുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ വീഡിയോ കാണുന്നത് ശേഷം താഴെ വരുന്ന സജസ്റ്റഡായി റെക്കമെൻഡായി വന്ന വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ 1 മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചു. എല്ലാ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ തന്നെയാണ്, യൂട്യൂബ് മാത്രമല്ല, എല്ലാ സോഷ്യൽ മീഡിയകളും നമ്മളിപ്പോൾ യൂസ് ചെയ്തു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സ്ക്രോൾ ചെയ്തു, നമ്മൾ 1 മണിക്കൂർ സ്ക്രോൾ ചെയ്തു. 1 മണിക്കൂർ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോൺ അടച്ചു വെച്ച് കഴിഞ്ഞാൽ, ഓഫാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് കിട്ടിയത്? ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു പക്ഷേ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മനുഷ്യൻ അനുഭവിച്ചിട്ടില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്നത്തെ നമ്മളടക്കമുള്ള ആ തലമുറ കടന്നു പോകുന്നത്. സന്തോഷമാണോ കിട്ടിയത്? അല്ല. ദുഃഖമാണോ? അല്ലെങ്കിൽ മറ്റൊന്ന്, ഒരു ശൂന്യത, എന്താണെന്നറിയാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈ എന്നുള്ളൊരു ചോദ്യം, അത് ഇംഗ്ലീഷിലെ ഒരു എന്തിന് എന്നുള്ളൊരു ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാറ്റിലും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അത് നമ്മളെ ചോദിക്കാൻ മറപ്പിക്കുന്നു എന്നുള്ളതിനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിലൊന്നും. സോഷ്യൽ മീഡിയയുടെ അപകടത്തിലൊന്നും ആശയപരമായ ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണം, നമ്മളാരും ഇന്നൊരു ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റഗ്രാം തുറക്കുന്നത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് തുറക്കുന്നത്. അധികവും നമ്മൾ സാധാരണഗതിയിലൊരു മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത്, നമ്മൾ വെറുതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ബെഡിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നു, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വരുന്നു, ഇതിന് നമ്മൾ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇതിലുള്ളത് എന്താണോ നമ്മൾ കാണാം. പക്ഷേ ഫോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, ഞാൻ എന്തിനാണ് ഇത് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ആപ്പ് തുറക്കുന്നത്, ഞാൻ എന്തിനാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ എന്ത് ചെയ്യും, ആ യൂസേജ് കുറയും അവിടെ. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാം ഇന്നൊരു ആവശ്യത്തിന് വേണ്ടിയാണ്, ആ ആവശ്യം കഴിയുന്നു, നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫോൺ യൂസേജിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി, നമ്മളൊരു ബസ്സിൽ കയറാണ്. ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ആലോചിക്കാം എങ്ങോട്ടാണ് പോകുന്നത്. അത് പിന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു വൈബിനൊക്കെ വേണ്ടി ചെയ്യുമെന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടി ചെയ്യുമെന്നല്ലാതെ, അങ്ങനെ ചെയ്യുന്ന ഒരാളെ നമ്മളൊരിക്കലും ബുദ്ധിമാനായി പറയാറില്ല. ഒരു ബസ് വരുന്നു, ബസ്സിന് ബോർഡില്ല എന്ന് വിചാരിക്കാം, നമ്മൾ കയറിയിട്ട് നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ ആരും ചിന്തിക്കാറില്ല. അവിടെ
കയറുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കും നമ്മുടെ ആവശ്യം ഇതാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് എത്തലാണ്, അല്ലെങ്കിൽ ഇന്ന യാത്രയാണ്, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കയറുന്നു, ആ ആവശ്യം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇങ്ങനെ അല്ലാതെ മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ പരാജയത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഉദാഹരണം മനുഷ്യൻ ഭക്ഷണം കഴിച്ചിരുന്നത് വിശപ്പ് മാറാനും ആരോഗ്യത്തിന് വേണ്ടിയും പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്ന് മനുഷ്യൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയോ മനുഷ്യന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അയാൾക്കൊരു ഒരു അപ്പുറത്തൊരു പർപ്പസ് ഉണ്ട്. അതെ, വിശപ്പ് മാറാനാണ്, ആരോഗ്യത്തിന് എനിക്ക് ആവശ്യമായ ന്യൂട്രിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ശരീരത്തിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, പോഷകങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഒരു മനുഷ്യൻ പറയുകയാണ്, ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ യൂസേജ് ആയിരുന്നാലും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായാലും ആളുകൾ ഇതേ മറുപടിയാണ് പറയുന്നത്. പക്ഷേ ഈ ഭക്ഷണം അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ മറ്റ് ഉദാഹരണങ്ങൾ വെച്ച് പറയുമ്പോൾ അവർക്കത് വിഡിത്തമായി തോന്നും. അതേ ഉദാഹരണം ഇതിൽ പറഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാവുകയുമില്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ഒരു എക്സാമുണ്ട്, ആ എക്സാമിൽ നിങ്ങൾ പങ്കെടുക്കണം, പക്ഷേ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കില്ല, അത് ആരും ഇവാലുവേറ്റ് ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒരു എക്സാം ആരും എഴുതില്ല, അത് മണ്ടത്തരമാണ്. അല്ലെങ്കിൽ ഒരു ചോദിക്കണ്ട, എക്സാം ഒന്നും വേണ്ട, ഒരു കളി, ഒരു ഗെയിം നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഇരിക്കുകയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഗെയിം കളിക്കാം. പക്ഷേ ആ ഗെയിമിൽ നിയമങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഗെയിമിൽ ജയം പരാജയം ഒന്നും ഉണ്ടാവില്ല, റഫറി ഒന്നും ഉണ്ടാവില്ല, ആരും ആ ഗെയിം കളിക്കില്ല, അതൊരു ഗെയിം ആവില്ല, ആ ഗെയിമിനൊരു അർത്ഥമുണ്ടാവില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഒരു പർപ്പസ്, ഒരർത്ഥം അതുണ്ടാകുമ്പോഴാണ് അതിന് ഉപയോഗമുണ്ടാകുന്നത്, അതുകൊണ്ട് കാര്യമുണ്ടാകുന്നത്. ഇത് നമ്മൾ ലൈഫിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റ് സീരിയസ് ആയ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ജീവിക്കാൻ വേണ്ടി, എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് മറുപടി പറയുന്ന ആളുകളെ കാണാം. അതായത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മളതല്ല ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നതിനപ്പുറത്ത് അതല്ലാത്തൊരു പർപ്പസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് ഇതിന് ഉത്തരമാവുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറാൻ വേണ്ടിയാണ് കയറിയത് എന്ന് പറയുന്ന ഉത്തരത്തിൽ പൊട്ടത്തരം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പൊട്ടത്തരമാണ് ഇതിലുള്ളത്. ബസ്സിൽ കയറുന്നത് അവിടെ എത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയുടെ യൂസേജും ഇങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അൽഗോരിതത്തിന് ഒരിക്കലും അതിന് നേർ വിപരീതമാണ്. നമ്മളെ യൂസേജ് കുറയും. നമ്മൾ ഒരാവശ്യം, ഒരു പർപ്പസ് മുന്നിൽ കണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ വരും, പിന്നെയും എന്തിനാണ് ഞാൻ ഇതിൽ വെറുതെ ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ എല്ലാവർക്കും കഴിയും, മനുഷ്യന് ബുദ്ധിയുള്ളവരാണെങ്കിൽ കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ യൂസേജ് കുറയും, ഇവരുടെ ആഡ് റവന്യൂ കുറയും. അത് അൽഗോരിതം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇതിൽ അഭിരമിച്ച് ഇതിൽ യൂസ് ചെയ്യുക എന്നുള്ള ഇതിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു ബ്രോഡർ സെൻസിൽ നോക്കുകയാണെങ്കിൽ ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ഇതേ കാഴ്ചപ്പാട് വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ പല ആശയങ്ങളുടെ പ്രചാരങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും ഇപ്പോൾ ഇൻഫ്ലുവൻസർമാരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒന്ന് അവരുടെ പരസ്യങ്ങളിലൂടെ വരും ഓരോ പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ എന്ത് സംഗതി ആയിക്കോട്ടെ, പിന്നെ പ്രോഡക്റ്റുകളായിരുന്നാലും അല്ലെങ്കിൽ മറ്റെന്ത് സംഗതികളായിരുന്നാലും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ ജീവിതവും പോകുന്നത് അവരുടെ റവന്യൂവും അതുപോലെ തന്നെ അവരുടെ റീച്ചും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ എത്ര പിന്നെ ഇതുള്ള ആളായിരുന്നാലും, പിന്നെ ഞാനത് ഉപയോഗിച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രൊഡക്റ്റ് ബേസിക്കലി ഒരാളതിനെ പ്രൊമോട്ട് ചെയ്തത് അയാളുടെ റീച്ചും അതുപോലെ തന്നെ അയാൾക്ക് റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. റീച്ചും റവന്യൂവും ഇത് രണ്ടും ആണ് സോഷ്യൽ മീഡിയ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അയാൾക്ക് വേറെ ഒരു ലക്ഷ്യമില്ല. അപ്പോൾ അതിനു വേണ്ടി അയാൾ എന്തും ചെയ്യും. സമീപകാലത്തൊക്കെയുള്ള ഒരുപാട് സംഗതികൾ, വാർത്തകൾ, അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. റീച്ചും റവന്യൂവും കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. എന്തും ചെയ്യുന്ന വെച്ചാൽ എന്തും ചെയ്യും. അതിനുള്ള തെളിവുകൾ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര കാര്യങ്ങൾ പോലും പബ്ലിക്കായിട്ട് ലൈവ്. അതെ, കാരണം അവരുടെ മുന്നിലുള്ളത് റീച്ച് റവന്യൂ. അപ്പോൾ ഇതിനപ്പുറത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഇത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് പിന്നെ അവരത് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവർക്കതൊരു വിഷയമേ അല്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ, ജീവിതത്തിൻ്റെ പർപ്പസ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവർക്ക് തമാശയായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരുപക്ഷെ കേവലം നാക്കാലികളെ പോലെ തിന്നും കുടിച്ചു അങ്ങനെ ചത്തു മണ്ണോട് മണ്ണ് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ആ നിലക്ക് അതിനപ്പുറം ഒരു ലോകത്തെക്കുറിച്ച് ഒരു കൃത്യമായ ദിശാബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലേ ശരിക്കും പറഞ്ഞാൽ. അതായത് മനുഷ്യനെ പിന്നെ തിന്നുകയും വിസർജിക്കുകയും ചെയ്യുന്നൊരു ഇരുകാലി ജന്തു. പിന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന സംഗതികൾക്ക് പിന്നെ ലൈക്ക് ചെയ്യാനും അവരെ പ്രൊമോട്ട് ചെയ്യാനും, അല്ലെങ്കിൽ അവർ പറയുന്ന ട്രെൻഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാനും ഉപയോഗിക്കാനും അതനുസരിച്ചുള്ള ചിന്താഗതികൾ മാത്രം കൊണ്ട് നടക്കാനും പറ്റുന്ന, നമ്മൾ മഞ്ഞ കന്നടകൾ വെച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ ആ ഒരു കന്നട വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ചലിക്കുന്ന ഒരു കൂട്ടം ആളുകളായി മാറണമെന്നാണ് അവരാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരാൾ വൈ എന്നല്ലെങ്കിൽ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, ഞാനിത് ചെയ്തതിന് എന്താണ് സംഗതി,
ഇത് ഓക്കെ, എനിക്കിങ്ങനെ കുറേ ഇത് എൻ്റർടൈൻമെൻറ്റ് കിട്ടി, ഇതിനുകൊണ്ട് എനിക്കെന്താണ് ഉപകാരം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇതെങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരാൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബിസിനസ്സും ഈ പറഞ്ഞ എല്ലാ സംഗതികളുടെയും കടക്കലാണ് കത്തിവെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ അവർ പ്രൊമോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് പിന്നെ നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. അപ്പോൾ മനുഷ്യൻ അതിനെ മറികടന്ന് കൃത്യമായി മനുഷ്യൻ്റെ സ്രഷ്ടാവ് എന്ത് പഠിപ്പിച്ചു കൃത്യമായി ഖുർആൻ, മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യ സൃഷ്ടിപ്പിന് പിന്നിലുള്ള യുക്തി എന്താണ്, മരണത്തെക്കുറിച്ചുള്ള പിന്നെ മനുഷ്യൻ്റെ സ്രഷ്ടാവ് പറയുന്ന കാഴ്ചപ്പാട് എന്താണ്, ഈ ലോക ജീവിതം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ മതം കൃത്യമായി ഈ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീൻ, ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ യഥാർത്ഥ മതം കൃത്യമായി പഠിപ്പിച്ചു തന്നു, കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നു. അത് ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള സംഗതികൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മാക്സിമം കണ്ടൻറ്റുകളും മറ്റും കാര്യങ്ങളും നമ്മൾ അവൈലബിൾ ആക്കുകയും അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഒരു സേവനമായിരിക്കും. അത് പറയുമ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഓർമ്മ വരികയാണ്. അതായത് ഇയ്യാക്കും വൽ ജുലൂസ ഫി തുറഖാത്ത് എന്നുള്ള, അതായത് നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്ക് ആധുനിക സോഷ്യൽ മീഡിയയോട് ഏറ്റവും കൂടുതൽ ഉപമിക്കാൻ പറ്റുന്നൊരു ഹദീസാണത്. അതായത് അന്നത്തെ സമൂഹത്തിൽ, സ്വഹാബിമാരുടെ ആ ഒരു സമൂഹത്തിൽ അവരൊന്ന് സോഷ്യലാവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണല്ലോ ഈ വഴിയിലിരിക്കുക. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ചായക്കടയിലിരിക്കുക, ആളുകൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും കുശലാന്വേഷണങ്ങൾ നടത്തുകയും വാർത്തകളൊക്കെ കൈമാറുകയും ചെയ്യുന്ന പരദൂഷണമൊക്കെ പറയുന്ന സ്ഥലമായിരുന്നു അത്. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പതിപ്പാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വഹാബിമാരോട് അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ തിരിച്ചു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമുക്കതില്ലാതെ കഴിയില്ല. കാരണം നമ്മൾ ഒന്ന് സോഷ്യലാവാൻ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഇടപെടാൻ, വാർത്തകൾ അറിയാൻ, സംസാരിക്കാൻ, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഈ പരസ്പരം ഇങ്ങനെ വഴി അരികിലിങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റുകളിലും വഴി അരികിലൊക്കെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഫൈൻ അബൈത്തു, നിങ്ങൾക്ക് ഒരു നിലക്കും അത് പറ്റില്ല എന്നുള്ളതാണെങ്കിൽ പിന്നെ ഫൈൻ അബൈത്തു മില്ലൽ മജാലിസ് ഫാത്തു ത്വരീഖ ഹഖഹ, നിങ്ങൾ അതിനോടുള്ള കടമകൾ നിർവഹിക്കണം. അവിടെ കുറച്ച്, അതായത് ഇസ്ലാം എല്ലായിടത്തും പറയുന്നത് മനുഷ്യൻ അവിടെ റെസ്പോൺസിബിൾ ആവണം, അക്കൗണ്ടബിൾ ആവണം. അതല്ലാതെ ഒരാളോടും മറുപടി പറയാനില്ലാതെ എല്ലാവിധ പിന്നെ എല്ലാം തുറന്നുകൊണ്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനെ പിന്നെ ശരിയായ രൂപത്തിലേക്ക് എത്തിക്കില്ല. ആ ഒരു ഡിസിപ്ലിൻ എവിടെയും മനുഷ്യന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്, കൃത്യമായി എന്ത് ചെയ്യണം. അതിപ്പോൾ നമ്മൾ എന്ത് എടുത്താലും ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങണമെങ്കിൽ കൃത്യമായ മാനുവലുണ്ട്. അതുപോലെ തന്നെ ഒരു പിൻ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്ത് സംഗതി നമ്മൾ വാങ്ങുകയാണെങ്കിൽ പോലും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, അതുണ്ടാകുമ്പോഴാണ് ആ സംഗതി ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഉപകാരം നമുക്ക് കിട്ടുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെയും നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വളരെ ആപ്റ്റായി പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഗദ്ദുൽ ബസർ, നിങ്ങൾ കണ്ണുകളെ താഴ്ത്തണം. അതായത് ദൃഷ്ടി, മനുഷ്യൻ്റെ കാഴ്ച എന്ന് പറയുന്നത് എല്ലാവിധ തിന്മകളുടെയും ഏറ്റവും ഒന്നാമത്തെ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഒരു അറബി കവിത ഒക്കെ സാധാരണ പിന്നെ നമുക്കൊരു പഴഞ്ചൊല്ലിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, മുഅദമുന്നാരി മിൻ മുസ്തസ്ഗരി ശറരി, അതായത് എത്ര വലിയ കാട്ടുതീയായിരുന്നാലും അതിൻ്റെ തുടക്കം ഒരു തീപ്പൊരി ആയിരിക്കും. ആ തീപ്പൊരിയാണ് മനുഷ്യൻ്റെ കാഴ്ച. കേൾവിയേക്കാളും മനുഷ്യന് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ നമ്മൾ കേട്ട സംഗതി ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോയേക്കാം, പക്ഷേ നമ്മളൊരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് പതിയുന്നത്. ചില കാഴ്ചകൾ, അതാണ് പിന്നെ ആളുകളുടെ സംസാരത്തിലൊക്കെ നമുക്ക് കാണാമല്ലോ, ആ കാഴ്ച ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഗതി നമ്മളൊരിക്കലും കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ കാഴ്ചയിൽ ഇത് പതിഞ്ഞു കഴിഞ്ഞാൽ, ഖുർആൻ പിന്നെ പുരുഷന്മാരോടും സ്ത്രീകളോടും പ്രത്യേകം സൂറത്തുൻ നൂറിൽ പറഞ്ഞ മനുഷ്യൻ്റെ പ്രത്യേകിച്ച് ലൈംഗിക പിന്നെ കാര്യങ്ങളിൽ പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപെടലുകളിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പടി ഇതാണ്, ഖുലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരി വഖുലിൽ മുഅ്മിനാത്തി യഗ്ദൂദ്ന മിൻ അബ്സാരി. രണ്ട് പേരോടും, പുരുഷന്മാരോടും സ്ത്രീകളോടും പറഞ്ഞു. ചില ആളുകളൊക്കെ പിന്നെ സ്ത്രീകൾക്ക് പർദ്ദ ധരിക്കാനും അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിന് പകരം പുരുഷന്മാരോട് കണ്ണ് താഴ്ത്താനും പറഞ്ഞു എന്ന്. അല്ല, രണ്ടാളോടും കണ്ണ് താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടാളോടും വസ്ത്രധാരണത്തിലുള്ള മാന്യത സൂക്ഷിക്കാനും ഔറത്തുകൾ മറയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്ത്രീകളായാലും മനുഷ്യൻ്റെ ഒരു ഇതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അവിടെ ഗദ്ദുൽ ബസർ, കണ്ണുകൾ താഴ്ത്തുക, കണ്ണുകൾ സൂക്ഷിക്കുക. നമ്മൾക്ക് എന്താണ് കാണുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവുക. ഇന്നൊരു സംഗതി അത് നമ്മൾ കാണാൻ പാടില്ലാത്തതാണെങ്കിൽ അത് കാണരുത് എന്നത് തീരുമാനമെടുക്കുക.
ദൃഷ്ടികൾ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണ് താഴ്ത്തുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതെ. കാണാൻ പറ്റാത്തത് കാണരുത് എന്ന തീരുമാനമെടുത്ത് കാണാതിരിക്കുക എന്നാണ് അതിനുള്ള പിന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വിശാലമായ അർത്ഥം. അതുപോലെ തന്നെ രണ്ടാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫുൽ അദാ, ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പരിസരത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അതായത് നമ്മളൊരു ഫേക്ക് അക്കൗണ്ടിൽ മാത്രമല്ല, ഒറിജിനൽ ഐ ഡിയിൽ നിന്നായാൽ പോലും കമൻറ്റുകൾ. ഇപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഫുൽ അതാ, ബുദ്ധിമുട്ട് എന്നതിനേക്കാൾ തെറിവാക്കുകൾ, അല്ലെങ്കിൽ ചില ആളുകൾ മതത്തിൻ്റെ ഒക്കെ പേരിലാണ്, ഇസ്ലാമിനൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ള പേരിലാണ് പലതരത്തിലുള്ള തെറിവാക്കുകളും പിന്നെ പരസ്പരം വിദ്വേഷമുണ്ടാക്കുന്ന കമൻറ്റുകളടക്കം ആളുകൾ. അതൊക്കെ ഞാൻ വെറുതെ കുറച്ച് ഉദാഹരണങ്ങൾ മനസ്സിൽ വന്നത് പറഞ്ഞതാണ്. അഥവാ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ, അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും സോഷ്യൽ മീഡിയയിലും അല്ലാത്തപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഒരു വഴിയരികിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ പ്രത്യേകിച്ചും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന എത്രയോ പ്രശ്നങ്ങളാണ് ആളുകൾ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിച്ച് എന്ത് ചെയ്താലും പ്രശ്നമില്ല, അത് സോഷ്യൽ മീഡിയയിലല്ലേ, നമ്മുടെ ഒരു ഇത് വരുന്നില്ലല്ലോ എന്നുള്ളതാണ് പലരുടെയും ധാരണ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് റദ്ദുസ്സലാം, സലാം അടക്കുക എന്നുള്ളതാണ്. സലാം അടക്കുക എന്നുള്ളത് അതിൻ്റെ മതപരമായ ഒരു അഭിവാദനം എന്ന അർത്ഥത്തിൽ നമുക്ക് ഒരു കൃത്യമായ ഒരു കടമയാണ്. ഒരു മുസ്ലിം സലാം പറഞ്ഞാൽ തിരിച്ച് സലാം അടക്കുക നിർബന്ധമാണ്. എന്നാൽ അതിന് കുറച്ചും കൂടി ഒരു വിശാലമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആളുകളുമായി ഇടപഴകുമ്പോൾ അഭിവാദനങ്ങൾ പറയുക, അഥവാ സലാമിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമാധാനവും അതുപോലെ തന്നെ റഹ്മത്തും ബറക്കത്തും നിങ്ങൾക്കുണ്ടാവട്ടെ എന്നുള്ളതാണ്. അഥവാ നന്മ വരാൻ, മറ്റുള്ളവർക്ക് നന്മകൾ ആശംസിക്കുക, നന്മകൾ പറയുക, നല്ല വാക്കുകൾ പറയുക, ഒരാളോട് സംസാരിക്കുമ്പോൾ അഭിവാദനം ചെയ്യുമ്പോൾ അങ്ങനെ തുടങ്ങുക, അതിന് പിന്നെ മറുപടി പറയുക. അപ്പോൾ ഈ ഒരു കൾച്ചർ, സംസാര രംഗത്തുള്ള ആ ഒരു മര്യാദ കൾച്ചർ, അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത്, അത് വ്യക്തി ജീവിതത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും ബാധകമാണ്. ഒരാളോട് എന്തും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരിടമല്ല അത് സോഷ്യൽ മീഡിയയിൽ എവിടെയായിരുന്നാലും. അപ്പോൾ അത് നമുക്ക് അങ്ങനെയും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. സത്യം പറഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഒരുപാട് വിവാദങ്ങളാകുന്നൊരു സംഗതി കൂടിയാണ്. അഥവാ നന്മ പ്രചരിപ്പിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ കോർ ഐഡിയോളജിയാണ്. ഇസ്ലാം എവിടെയുണ്ടോ അവിടെ ഒക്കെയും, അഥവാ ഇസ്ലാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പിന്നെ ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട സംഗതിയാണ്. അഥവാ മുസ്ലിം ഉമ്മത്തിന് പിന്നെ സുഹൃത്തു ആലി ഇമ്രാനിലൊക്കെ പറയുന്ന പോലെ അവരൊരു ഉത്തമ സമുദായമായി എന്ന് പറയുന്നത് ഇതേ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. കൃത്യമായി നന്മയുടെ ഭാഗത്താണെന്ന് മാത്രമല്ല, ആ നന്മ മറ്റുള്ളവരോട് പറയുകയും പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതൊരു ശരിയായ മുസ്ലിമിൻ്റെ കടമയാണ്. അതുപോലെ തന്നെ നന്മ പ്രചരിപ്പിച്ചാൽ മാത്രം പോരാ, തിന്മകളിൽ നിന്ന് മറ്റുള്ളവരെ തടയുക. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് യുക്തിപരമായി ഏത് സാഹചര്യത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ആ തിന്മകൾ മറ്റുള്ളവർ ചെന്ന് ചാടുന്നതും തടയുക. അപ്പോൾ ഇതിനുള്ളൊരു പ്ലാറ്റ്ഫോമായി നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഷെയർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ പോഡ്കാസ്റ്റ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പോൾ അതതിൻ്റെ നല്ല വശങ്ങളിൽ പെട്ടതാണ്. എന്നാൽ പിന്നെ ഈ തിന്മകൾ നിറഞ്ഞ അല്ലെങ്കിൽ അശ്ലീലതകളും അതുപോലെ തന്നെ ആഭാസങ്ങളും മനുഷ്യ സമൂഹത്തിനെ തന്നെ നശിപ്പിക്കുന്നതുമായ കണ്ടന്റുകൾ പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിൽ അതിനെതിരെ പോരാടേണ്ടതും എന്താണോ അതിനെ ചെറുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതും. അതൊരു പക്ഷേ ചിലപ്പോൾ നമുക്ക് പിന്നെ ഒരു കണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞോണമെന്നില്ല. ചിലപ്പോൾ അതിന് പറ്റുന്നവരുണ്ടാകും. അപ്പോൾ ചില എത്തിക്കൽ ഹാക്കിംഗ് ടീമുകളൊക്കെ പിന്നെ കേരളത്തിലടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ കുട്ടികളുടെ പിന്നെ അശ്ലീല വീഡിയോകളൊക്കെ എടുത്ത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുടെ സൈറ്റുകൾ പൂട്ടിക്കുക, അങ്ങനത്തെ ഒരു വർക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. അങ്ങനത്തെ ടീമുകൾ വരണം. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു സംസാരമൊക്കെ പിന്നെ അങ്ങനത്തെ വെബ്സൈറ്റ് മുതലാളിമാർ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര അലോസരം ഉണ്ടാക്കുന്ന സംസാരമായിരിക്കും. പക്ഷേ നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ ഒരു സമൂഹം, ഒരു മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടതാണ് ഇത്തരം സൈറ്റുകൾ. പിന്നെ ചെറിയ കുട്ടികളെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗെയിമിങ്ങിൻ്റെ പേരിലും അല്ലാത്ത പല പേരുകളിലും സാമ്പത്തികമായ ചൂഷണത്തിന് ഇരയാക്കുന്ന ഓൺലൈനിലുള്ള പിന്നെ ക്രിപ്റ്റോയിലൂടെയുള്ള ഇടപാടുകൾ, അതുപോലെ തന്നെ മറ്റൊരുപാട് സംഗതികൾ, അതിനെതിരെ കൃത്യമായ ഒരു സമൂഹം എന്ന നിലയിൽ കൃത്യമായ അതിനെതിരെ പോരാടുന്ന ആളുകൾ വേണം. ആ തിന്മയെ വിലക്കുന്ന ആളുകൾ വേണം. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രൊഫൈലുകൾ, നമ്മുടെ ഓരോരുത്തരുടെയും ഡിവൈസുകൾ, ഇതിൽ നിന്ന് തിന്മ ഉൾക്കൊള്ളുന്ന കണ്ടൻറ്റുകൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. അത് ഇതിൽ പെട്ടത് തന്നെയാണ്. അത് നമുക്കൊരു പരിധിവരെ ഒരു വ്യക്തി എന്നുള്ളതിന് നമ്മൾ ചെയ്യേണ്ട സംഗതി വരെയാണ്. നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കൾ, ഇവരിൽ നിന്ന് നമുക്കിപ്പോൾ ഒരുപാട് കൺട്രോളുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. നല്ല കണ്ടൻറ്റുകൾ മാത്രമാണ് നമ്മളും
നമ്മുടെ തലമുറയും പിന്നെ മക്കളുമൊക്കെ കാണുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഹെയ്റ്റ് സ്പീച്ചുകളെക്കുറിച്ച്, വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ അടുത്തുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു. അത് അതിൽ പറയുന്നത് ഒരു 15 സെക്കൻഡ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15 സെക്കൻഡ് ഒരാളൊരു ഹെയ്റ്റ് സ്പീച്ച് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ അത് മാത്രം മതി അയാളുടെ മെൻ്റലായിട്ടുള്ള, അയാളുടെ പ്രത്യേകിച്ച് ഈ മറ്റുള്ള മനുഷ്യരോട് സഹതാപം, സഹാനുഭൂതി, അവരോടൊരു പിന്നെ അനുതാപപൂർവ്വം ഇടപെടുക, അവരുടെ കഷ്ടതയിലൊരു വിഷമം തോന്നുക, ഇങ്ങനെയുള്ളതിന് വളരെ സാരമായി ഒരു 15 സെക്കൻഡ് ഒരാൾ ഒരു വർഗീയ വിദ്വേഷപരമായ ഒരു കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അല്ലാത്ത പിന്നെ പോണോഗ്രഫി കണ്ടന്റുകളാകുമ്പം സ്വാഭാവികമായും ആ രംഗത്ത് എന്തായാലും ബാധിക്കും. ഈ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണിലൂടെ വെറുതെ കണ്ടുപോകുന്നതാണ് പല ആളുകളുടെയും ധാരണ. വെറുതെ നമ്മളിത് കാണുന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷെ അല്ല, ഇത് വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ എഴുതിയ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത് കാണാം. കൽബിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതിലാണ് കണ്ണ്, കാഴ്ച. അതിലൂടെ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ പല രൂപത്തിൽ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം അതിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നു അല്ലെങ്കിൽ അതുമായി നമ്മൾ എൻഗേജ് ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ ഹൃദയം മലിനമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന് ഈ മര്യാദകളും ഹദീസും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവുക. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ നമ്മളാരും ഒരിക്കലും പിന്നെ എത്ര നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പോലും ഒരു കുപ്പത്തൊട്ടിയിൽ നിന്നെടുത്ത് കഴിക്കാറില്ല. ഒരു അങ്ങനെ മലിനമായൊരു സ്ഥലത്ത് നമ്മൾ കഴിക്കാറില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും, പക്ഷേ നമ്മൾ അതിൻ്റെ പിന്നെ ഒരാൾ പിന്നെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നത് പിന്നെ എടുത്ത് നമ്മൾ ആരും കഴിക്കാറില്ല. നമ്മൾ കഴിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ അതുപോലെ നമുക്ക് ഉദാഹരണം പറയാൻ പറ്റാത്ത രൂപത്തിലായി. കാരണം കഴിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾക്ക് പിന്നെ ശ്രദ്ധയില്ല. എന്നാൽ പോലും മനുഷ്യന് ബേസിക്കായി നല്ല പിന്നെ കാര്യങ്ങളാണല്ലോ മനുഷ്യൻ കഴിക്കുക. അപ്പോൾ സാധാരണ പറയാറുണ്ട് യു ആർ വാട്ട് യു ഈറ്റ്, നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതാണ് നിങ്ങൾ എന്ന് പറയാറുള്ളത് പോലെ നമുക്ക് അതിനേക്കാൾ അപ്പുറത്തുനിന്ന് പറയാൻ പറയുന്ന ഒന്നാണ് യു ആർ വാട്ട് യു സീ, അല്ലെങ്കിൽ യു ആർ വാട്ട് യു പിന്നെ വാച്ച് ഇൻ സോഷ്യൽ മീഡിയ. നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്, നിങ്ങൾ എന്താണ് അവിടെ കേൾക്കുന്നത്, അവിടെ നിങ്ങൾ എന്താണ് ഇടപെടുന്നത്, അതാണ് ശരിക്കും നിങ്ങൾ. അപ്പോൾ നമ്മളൊരു കുപ്പത്തൊട്ടിയിൽ നിന്ന് നമ്മൾ ഭൗതികമായൊരു ഭക്ഷണം കഴിക്കില്ല എന്ന് നമുക്കൊരു അതിനോടൊരു അറപ്പും വെറുപ്പും ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അറപ്പും വെറുപ്പുമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് പലപ്പോഴും ആളുകൾക്കൊരു അവിടെ നമ്മൾ എന്തും കൺസ്യൂം ചെയ്യും, അവിടെ നമ്മൾ എന്തിൻ്റെയും എന്ത് കിട്ടിയാലും അതും കാണും, ഇതും കാണും, ഇതും എല്ലാം നമ്മൾ കാണും. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സെലക്റ്റീവായിട്ടാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാത്തിലും നമ്മൾ സെലക്റ്റീവാണ്. പക്ഷേ ഈ വിഷയത്തിൽ വരുമ്പോൾ ഇതും കാണും അതും കാണും പക്ഷേ ഇത് മുറിവേൽപ്പിക്കുന്നത്, നമ്മുടെ ഭക്ഷണം ശരീരത്തിനെയാണ് മുറിവേൽപ്പിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ദീൻ, നമ്മളെ ഐഡിയോളജി, നമ്മളെ ആശയത്തെ വളരെ സാരമായി ബാധിക്കുന്നുണ്ട്. കുട്ടികളെ പ്രത്യേകിച്ചും അവർ വളർന്നു വരുന്ന രംഗത്ത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ശരീരത്തിൽ നഗ്നത എടുത്ത് പിന്നെ ഫോട്ടോ എടുത്ത് അത് സ്വയം വിറ്റ് ടെലഗ്രാമിലൂടെയും മറ്റും വിൽപ്പന നടത്തുന്ന പിന്നെ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അവർക്കതിന് ഐഡിയോളജിക്കലായ ഒരു ബേസ് അവരറിഞ്ഞോ അറിയാതെയോ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടുണ്ട്. മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എനിക്കെന്ത് ചെയ്യാം, എനിക്കത് വിൽക്കാം, എൻ്റെ മുഖം ആരും കാണുന്നില്ല, എനിക്കതുകൊണ്ട് പൈസ കിട്ടുന്നുണ്ട്, ഇതെൻ്റെ നഗ്നത ഞാൻ വിറ്റ് കാശാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും രൂപത്തിൽ അതിനെ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയായിക്കോട്ടെ ഞാൻ വിൽപ്പന നടത്തുന്നു. ഇതിന് കൃത്യമായ ഒരു ആശയതലമുണ്ട്. ഈ ആശയതലമാണ് ഏറ്റവും അപകടം. ഇത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അപ്പോൾ ആശയതലത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്, ചിന്തകളിൽ ബാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ, മനുഷ്യൻ്റെ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇതാ സലുഹത്ത് സുലുഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ ബാക്കിയൊന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, ബാക്കിയൊക്കെ നന്നാകാൻ ഇത് മതി. ഇതാ ഫസദൽ ജസദു കുല്ലു, അത് മോശമായി കഴിഞ്ഞാൽ ഇതും ശരീരം മുഴുവൻ മോശമായി. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പോൾ ആ ഹൃദയത്തിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, ആ ഹൃദയത്തിന് എന്താണ് നമ്മൾ ഭക്ഷണമായി കൊടുക്കുന്നത്, ആ ഹൃദയത്തിന് നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്താണ് നമ്മൾ അങ്ങോട്ട് കൺസ്യൂം ചെയ്തത്, അത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ അജുവ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടം കഴിഞ്ഞ് ഗെയിം അഡിക്ഷനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷനോ ഇത്ര പിന്നെ പോണോഗ്രഫി അഡിക്ഷനുമായി വരുന്നൊരു കുട്ടിയെ നമ്മൾ ഒരു 20 കൊല്ലക്കാലം അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ച് ചെറിയ പ്രായം മുതൽ തുടങ്ങി ഇതിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ ഒരു 3 വയസ്സ് മുതൽ എല്ലാ ദിവസവും ഇപ്പോൾ നമ്മളൊരു ഫോൺ യൂസേജൊക്കെ സാധാരണ ഇപ്പോൾ ഒരു ടീനേജറിൻ്റെ ഒക്കെ 5, 6, 7, 8, 9 മണിക്കൂർ വരെ ആവറേജ് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ അതിന് പകരം ഒരു ഭക്ഷണമായിരുന്നു കഴിക്കുന്നതെങ്കിൽ പോട്ടെ, വെള്ളം കുടിക്കാം. ജനിച്ചൊരു 3 വയസ്സ് മുതൽ ഒരു ദിവസം ഒരു 3 മണിക്കൂർ നേരം അല്ലെങ്കിൽ 4 മണിക്കൂർ ഒരു കുട്ടി വെള്ളം മാത്രം കുടിക്കുകയാണെങ്കിൽ
ആ കുട്ടി ഒരു ദിവസം പോലും കഴിയണ്ട, 1-2 ദിവസം ആകുമ്പോൾ തന്നെ അതിൻ്റെ പ്രകടമായ മാറ്റങ്ങൾ ശരീരത്തിൽ കാണും. ഇത് നേരെ തിരിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുട്ടി ഒരു പ്രവൃത്തി അതൊരു ഇത്ര മണിക്കൂർ 4-5 മണിക്കൂർ തുടർച്ചയായി ഒരു 3 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 3-4 വയസ്സ് മുതൽ തുടങ്ങി ഒരു 20-21 അല്ലെങ്കിൽ ഒരു 18 വയസ്സ് വരെ തുടർച്ചയായി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അവനുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ കരുതുകയാണ് ഇതൊന്നും അവന് സ്വാധീനിക്കുന്നില്ല, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് കാണുന്നില്ല, ഭക്ഷണം കഴിക്കും. അപ്പോൾ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാണല്ലോ. അപ്പം ഇത് എത്രമാത്രം വലിയ സ്വാധീനമാണ് ഈ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ ചെറിയ പ്രായത്തിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ മനസ്സിനെ എന്തും സ്വാധീനിക്കുന്ന. നമ്മളതിന് പ്രൊഡക്റ്റീവായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ല് പരിശീലിക്കുക എന്നൊരു തീരുമാനം എടുക്കുക. ഒരു 10 വർഷം കഴിഞ്ഞാൽ ലോകത്ത് ചിലപ്പോൾ നമ്മൾ ആ സ്കില്ലിൽ തോൽപ്പിക്കാൻ വരാറുണ്ടാവില്ല. 10 മിനിറ്റ് നേരം. ഇത് ഒരു സംഗതി മണിക്കൂറുകളാണ്. സാധാരണ ഈ സ്ക്രോളിങ്ങിനെ പിന്നെ എന്താണ് എൻലെസ് സ്ക്രോളിങ് അല്ലെങ്കിൽ ഡൂം സ്ക്രോളിങ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ അടുത്തൊരു കണക്ക് അതിനെക്കുറിച്ച് കിട്ടുന്നത്, ഒരു മനുഷ്യൻ സാധാരണ സ്ക്രോൾ ചെയ്യുന്നത് പിന്നെ ഒരു ആവറേജ് സ്ക്രോളിങ് 108 മിനിറ്റ് എത്താണ് അതിൽ പറയുന്നത്. 1.5 മണിക്കൂർ 2 മണിക്കൂർ ഏകദേശം ഒരു 2 മണിക്കൂർ സാധാരണഗതിയിൽ ഒരാൾ സ്ക്രോൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ റീൽസോ എന്തെങ്കിലുമൊക്കെ കണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ദിവസം അത് വരുമ്പോൾ ഒരു 108 മിനിറ്റൊക്കെ ആണെങ്കിൽ ഒരു 388 മീറ്റർ, ഒരു ബുർജ് ഖലീഫയുടെ പകുതിയൊക്കെ പിന്നെ അതൊരു വർഷത്തിലേക്ക് കണക്കാക്കുമ്പോൾ 141 പിന്നെ കിലോമീറ്ററോ അല്ലെങ്കിൽ എത്രയാണ് വരിക. അതായത് പിന്നെ ആ പഠനം അതിന് പിന്നെ രസകരമാണത്. ഒരു മൗണ്ട് എവറസ്റ്റ് 16 തവണ കയറാനുള്ള ഒരു ദൂരം ഒരു വർഷം കൊണ്ട് അയാൾ തള്ളവിരൽ മാത്രം തമ്പ് മാത്രം ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സ്ക്രോളിങ് നടക്കുന്നത്. അപ്പോൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ എന്തൊക്കെ സംഗതികളാണ് വരുന്നതെന്ന് പടച്ചവന് മാത്രമേ അറിയുള്ളൂ. ഇതിലുള്ള കണ്ടൻറ്റ്, അതിലുള്ള ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന്, മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഈ കണ്ടൻറ്റുകൾ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ആയിരുന്നെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വേറെയാണ്. ഇത് വ്യത്യസ്തങ്ങളായ കണ്ടൻറ്റുകളാണ്. ഒരു റീല് അത് ചിലപ്പോൾ ഒരു പ്രാങ്കായിരിക്കും, ഒരു തമാശയായിരിക്കും, അല്ലെങ്കിൽ അടുത്ത റീൽ ചിലപ്പോൾ ഒരു കരയിപ്പിക്കുന്ന ഒന്നായിരിക്കും, അടുത്ത റീൽ ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരിക്കും. ഇതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിനും മനസ്സിനും ഉണ്ടാകുന്ന പിന്നെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മൾ വെറുതെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, ഒരു മുതിർന്നൊരു മനുഷ്യനെ വേണമെങ്കിൽ ഒരു 10-30-40 ഒരു മനുഷ്യൻ്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യനെ തന്നെ എടുത്തിരിക്കുക. ഒരു സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് റീല് തന്നെ ഫുള്ള് കാണുന്നില്ലല്ലോ. 30 സെക്കൻഡ് കൊണ്ട് അയാൾ നമ്മൾ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ ചിരിക്കാനുള്ള സംഗതികൾ കൊടുക്കുക. തൊട്ടടുത്ത 30 സെക്കൻഡിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കരയിപ്പിക്കാനുള്ള സംഗതികൾ കൊടുക്കുക, അല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തമായ വികാരങ്ങളിലൂടെയും വ്യത്യസ്തമായ അവസ്ഥകളിലൂടെയാണ് നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ റീല് കണ്ടു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് വെച്ച് നോക്കണമെങ്കിൽ ആ സെക്കൻഡിൻ്റെ ഇരട്ടി റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത്രയും തീർത്തും വ്യത്യസ്തമായ കണ്ടൻറ്റുകളാണ് നമ്മൾ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മൈൻഡിനെ താളം തെറ്റിക്കാൻ ലോകത്ത് ഇതിനേക്കാൾ പിന്നെ മാരകമായ വേറൊരു ആയുധം വേണ്ട. ചില പഠനങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു പിന്നെ മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാനിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഒരു നല്ല രൂപത്തിലൊരു കാര്യം ചെയ്യാനിരിക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനൊരു രൂപത്തിലൂടെ ഒരു അഡിക്റ്റീവായൊരു മൈൻഡുള്ള ഒരാളാണെങ്കിൽ ഒരു 40% വരെ അയാളുടെ പിന്നെ സമയം ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനൊരു സ്വാഭാവികം നമുക്ക് അനുഭവങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ സീരിയസ് ആയി എന്തെങ്കിലും ഒരു എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനൊക്കെ ചെന്നിരിക്കുന്നത്, പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ എത്ര തവണ ഫോൺ നോക്കും. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പഠിക്കേണ്ടത് ഇങ്ങനൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ സ്വാഭാവികമായി അത് പഠിക്കാൻ 1.5-2 മണിക്കൂർ വേണ്ടി വരും. ഇനി 2 മണിക്കൂർ പഠിച്ചാലും ഈ അറ്റൻഷൻ സ്പാനിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ തീർത്തും വ്യത്യസ്തമായ കണ്ടൻറ്റുകളിലേക്ക് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ള വിഷയം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നാമത്തെ പേജ് നമ്മൾ പഠിച്ചത് ഒരു 5-ാം പേജ് എത്തുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂർ പോട്ടെ, 3 മണിക്കൂറൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ നമ്മൾ റീൽസ് കണ്ടു. ഈ അരമണിക്കൂർ നമ്മൾ കണ്ട റീൽസിലെ കണ്ടൻറ്റ് എന്താണെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നമുക്ക് കിട്ടും ഇല്ല, തീർത്തും നമ്മൾ മറന്നു പോകും. കാരണം അങ്ങനെ തന്നെയാണത് വർക്ക് ചെയ്യുന്നത്. നമ്മളത് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ നെഗറ്റീവുകളും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും പോസിറ്റീവുകൾ സത്യം പറഞ്ഞാൽ അതിലിപ്പോൾ ഒരു കണ്ടൻറ്റ് ആണെങ്കിൽ പോലും ഇപ്പോൾ ചില ആളുകളൊക്കെ ഒരു പരിധിവരെയൊക്കെ ചിലർ വിജയിച്ചവരുണ്ട്. അത് റീൽസിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുക, അങ്ങനത്തെ ചില ആപ്പുകളൊക്കെ ഉണ്ട്. അതായത് ഒരു വിഷയം ഒരു വൈജ്ഞാനികമായ വിഷയം തന്നെ റീലുകളായി പഠിപ്പിക്കുക. ഒരു 30 സെക്കൻഡുള്ള ഒരു ആദ്യത്തെ റീൽ തന്നെയുണ്ട്, രണ്ടാമത്തെ റീൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് കഴിയുള്ളൂ. അതിൻ്റെ പോസിറ്റീവ് വശം നമുക്ക് കിട്ടാതിരിക്കുകയും കൂടുതൽ നെഗറ്റീവ് വശങ്ങൾ അവസാനം ഈ പറഞ്ഞ പോലെ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് എന്താണ് നമ്മൾ കണ്ടത്, എന്താണ് ഇതിൻ്റെ ബാക്കി പത്രം എന്താണ്, എന്ത് നേടി എന്നുള്ള ഒരു ചോദ്യത്തിൽ ഒന്നും നേടിയിട്ടില്ല, ഒരു ശൂന്യതയായിരിക്കും അവിടെ.
അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന് ആ വൈ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. ഖുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലദി വഇദൽ മുത്തഖൂൻ. നമുക്ക് സുന്ദരമായ സ്വർഗ്ഗം, ആ സ്വർഗ്ഗത്തിന് വേണ്ടിയാകണം നമ്മുടെ ഓരോ ചുവടുവെപ്പുകളും. ഇൻഷാ അല്ലാഹ് നമ്മുടെ പോഡ്കാസ്റ്റ് ഏകദേശം അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഒരു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാവും. നിങ്ങൾ പറയും പോലെ ഈ കുട്ടിക്കളിയിലെ സോഷ്യൽ മീഡിയ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു പക്ഷേ ഒരു 20 വയസ്സിന് താഴെ അല്ലെങ്കിൽ 16-18 വയസ്സിന് താഴെയുള്ള മക്കൾ അവർ മൊബൈൽ കൊടുക്കാതെ ഇത്തരം തിന്മകളിലേക്ക് പോകാതെ ജീവിക്കുക എന്നുള്ളത് സാധ്യമാണെന്നുള്ളൊരു സംശയം ഒരു പക്ഷേ പലർക്കും ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കണതിട്ട് അവസാനമായിട്ട് പറയുമ്പോൾ അത് ഇപ്പോൾ മനുഷ്യരാശി അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളാണെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ അതിനുള്ള പരിഹാരം ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ആശയങ്ങൾ കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിലേക്ക് കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ആ പ്രശ്നമുള്ളൊരു സമയം അല്ലെങ്കിൽ ആ സ്ഥലം അവിടത്തേക്ക് മാത്രം ചിലപ്പോൾ കഴിഞ്ഞേക്കാം. ആത്യന്തികമായി മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവ് പറഞ്ഞ പരിഹാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ ആത്യന്തികമായി ഏത് കാലത്തും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ലോകത്ത് പല പ്രശ്നങ്ങൾക്കും മനുഷ്യൻ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ സാമ്പത്തികമായ അസമത്വങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച ആശയങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലും ഒരിക്കലും ലോകത്ത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ ആ കാലഘട്ടത്തിലെ ആളുകൾക്കിടയിൽ കുറച്ചെങ്കിലും ചിലപ്പോൾ നടപ്പാക്കുമ്പോൾ ഒരു താൽക്കാലിക പരിഹാരം നിലക്കായേക്കാം. അതാണ് ലോകത്തിലുള്ള മറ്റ് പ്രത്യയശാസ്ത്രങ്ങളായിരുന്നാലും സംസ്കാരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച നിയമസംഹിതകൾ ആയിരുന്നാലും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ്. എന്നാൽ ദൈവികമായ പരിഹാരം സ്വാഭാവികമായും കാലദേശങ്ങൾക്കപ്പുറത്തുള്ള മനുഷ്യൻ്റെ ബുദ്ധിയെയും യുക്തിയെയും മനുഷ്യൻ്റെ വികാരങ്ങളെയും മനുഷ്യൻ്റെ ഈ പറഞ്ഞ ഇച്ഛകളെയും ഒക്കെ സൃഷ്ടിച്ച, അതിനൊക്കെ മനസ്സിലാക്കുന്ന, മനുഷ്യനെ തന്നെ സൃഷ്ടിച്ച, കാലത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് മാത്രമാണ് എല്ലാ കാലത്തും ഏത് സംസ്കാരത്തിലും ഏത് സമയത്തും മനുഷ്യനുള്ള യഥാർത്ഥ പരിഹാരം പറഞ്ഞു തരാൻ കഴിയും. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസ്. അപ്പോൾ ഇത് മനസ്സിലാക്കുകയും ഇത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഈ പ്രശ്നം സ്വാഭാവികമായി നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് യുവാക്കൾക്കിടയിലും അല്ലെങ്കിൽ പ്രായഭേദമന്യേ സോഷ്യൽ മീഡിയ അഡിക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടെങ്കിലും ഇതിലൊന്നും പെടാത്ത, അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെ വളരെ എഫക്റ്റീവായി ഇതിനെ യൂസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അതൊരിക്കലും ഒരു അസാധ്യമായ സംഗതിയൊന്നുമല്ല. കൃത്യമായി അതിനെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. കൃത്യമായി അതിനെ ശരിയായ വിധത്തിൽ അതിൻ്റെ ഉപകാരങ്ങൾ, അതിൻ്റെ പോസിറ്റീവ് സൈഡുകളെ മനസ്സിലാക്കി നെഗറ്റീവ് സൈഡുകളെ പരമാവധി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അതിനെ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിച്ച്, റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടവ റെസ്ട്രിക്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ, നമ്മൾ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അതെ, കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ നമ്മൾ പറയുമ്പോൾ നമ്മളിതിന് വേണ്ടി ചെലവഴിച്ച, അല്ലെങ്കിൽ നമ്മളിതിന് ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി പോസ്റ്ററുകളോ അല്ലെങ്കിൽ ബാനറുകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മന്ത്രിമാർക്കും MLA-മാർക്കും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീഡിയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. നമ്മൾ ഇതിനെ ഉപയോഗിച്ച് തന്നെയാണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനും ഇതിൻ്റെ അപകടങ്ങൾ വിശദീകരിക്കാനും നമ്മൾ ഇതിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം വരെ, ഇപ്പോഴും നമ്മളതിൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷേ പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ മദീനയിലായതുകൊണ്ട് കഴിഞ്ഞ വർഷം വരെയും നമ്മളൊക്കെ അതിൽ പ്രവർത്തിച്ച ആളുകളാണ്. നമ്മുടെ കുട്ടികൾ വിസ്ഡം സ്റ്റുഡൻസ് നടത്തുന്ന, ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ സീരിയസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമ്മളൊരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നു. ഈ ക്യാമ്പയിന് പിന്നിൽ ഒരുപാട് പ്രവർത്തനം നടക്കുന്നു. നിങ്ങൾക്ക് വെറുതെ സെർച്ച് ചെയ്താൽ തന്നെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പേജിൽ, യൂട്യൂബ് ചാനലൊക്കെ, വിസ്ഡം ഗ്ലോബൽ TV-യിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റ് അനേകം പ്രോഗ്രാമുകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളൊക്കെ കാണാൻ പറ്റും. ഇതിനേക്കാൾ അപ്പുറത്ത് സമൂഹത്തിലെ ഓരോ തരം ആളുകൾക്കും വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി വിസ്ഡം സ്റ്റുഡൻസ് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ പ്രായത്തിനനുസരിച്ച്, അതുപോലെ തന്നെ വിസ്ഡം യൂത്ത്, അതുപോലെ വിസ്ഡം വുമൻസ്, ഗേൾസ്, ഇവരൊക്കെ അവർക്ക് അനുയോജ്യമായ ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ അവരവരുടെ പ്ലാറ്റ്ഫോമുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വെറുതെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. വെറുതെ നമ്മളിപ്പോൾ പറയുന്നു, നിങ്ങളിപ്പോൾ പോഡ്കാസ്റ്റ് ഇതുവരെ കേട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ സന്മനസ്സിന് നമ്മൾ വളരെ നന്ദി കൂടി പറയുകയാണ്, കാരണം ഇത്ര കേൾക്കാൻ അവർ കാണിച്ചത്. അപ്പോൾ വെറുതെ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെയിൻ ഐക്കോണിക്കായ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ വെറുതെ സെർച്ച് ചെയ്ത്, ഇപ്പോൾ പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടി
നമ്മൾ പ്രോഫ്കോൺ എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന സെപ്റ്റംബറിൽ നടക്കാൻ പോവാണ്. പ്രോഫ്കോൺ എന്ന പേരിൽ നമ്മൾ വർഷാവർഷം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. ആയിരക്കണക്കിന് പിന്നെ പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ വന്ന് ശരിക്ക് ഒരു 3 ദിവസം അല്ലെങ്കിൽ 2.5-3 ദിവസം സത്യം പറഞ്ഞാൽ ഈ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ എല്ലാവിധ പരിക്കുകളും അനുഭവിക്കുന്ന, സോഷ്യൽ മീഡിയയുടെ എല്ലാ തരത്തിലുള്ള എല്ലാം കൺസ്യൂം ചെയ്ത് കൽബ് മലിനമായിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് എന്ത് ചെയ്യുന്നത്. നമ്മളവരെ കുറച്ച് കാണിക്കുകയല്ല, പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ സമൂഹം, അതെ, നമ്മൾ ആ ചുറ്റുപാടിൽ ജീവിക്കുന്ന അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഒരു പുതിയൊരു ലോകത്തേക്ക് പറിച്ചു നടന്നത്. ഒരു 2-2.5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം പൂർണ്ണമായും നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ ആ അമ്രു ബിൽ മാറൂഫ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഈ ഒരു ലോകത്ത് നമ്മൾ ആ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കൈത്തിരി അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നന്മയുടെ ഒരു സന്ദേശം അവർക്ക് കൈമാറും. അത് ഞാൻ മനസ്സിലാക്കുന്നില്ല, വളരെ അപൂർവം, അല്ലെങ്കിൽ അതെല്ലാത്തിലും ഉണ്ടാവുന്നത്. അല്ലാതെ പ്രോഫ്കോണിന് വന്നാൽ നിങ്ങൾ പ്രോഫ്കോണിൻ്റെ ഫീഡ്ബാക്കുകളുള്ള വീഡിയോകൾ പരിശോധിച്ചാൽ മതി. അതിൽ വന്ന് വളരെ പ്രൊഫഷണലായി പഠിക്കുന്ന, വളരെ അക്കാഡമിക്കായി പല രംഗത്തും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആരാണെങ്കിലും ശരി, ഏതാണ്, അതിനെക്കുറിച്ച് നല്ല വാക്ക് പറയാതിരുന്നില്ല. പലരും കഴിഞ്ഞ പ്രോഫ്കോൺ മംഗലാപുരം പ്രോഫ്കോൺ, അപ്പോൾ ഞാനായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രോഫ്കോണിൻ്റെ ഫീഡ്ബാക്ക് ചില ആൾക്കാർക്ക് ഞാൻ ചെന്നിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഒരു പക്ഷേ വരുന്ന സമയത്ത് ഇത് ഇത്രക്ക് ഫ്രൂട്ട്ഫുൾ ആകുമെന്ന് അവരൊരിക്കലും വിചാരിച്ചിട്ടില്ല. അവരെ ഇരുത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് കഴിയാഞ്ഞിട്ടല്ല, നമ്മൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, നമ്മളതിന് വേണ്ട. ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള അബദ്ധങ്ങൾ, ഇപ്പോൾ നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ചിലപ്പോൾ നമ്മളെ കുറ്റം കൊണ്ടാവും, പക്ഷേ അതൊരു നമുക്കുണ്ടാകുന്നൊരു ദുരന്തം, ഒരു അപകടമാണ്. ആ അപകടം വരുമ്പോൾ നമ്മൾ അതിനെ ആ അപകടത്തിൽ നിന്ന് എത്രയും വേഗം ഒരു നല്ല ആരോഗ്യാവസ്ഥയിലേക്ക് കൂടെ വരാൻ വേണ്ടി എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക. നമ്മൾ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു അപകടവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഉപമിച്ച് പറയാൻ പറ്റുന്ന ഒന്നാണ്. അതൊരു അപകടമാണ്. അപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പോണോഗ്രാഫിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ, ഇങ്ങനെയുള്ള പല ചൂഷണങ്ങൾക്ക് വിധേയരായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ പക്വതയോടും കൂടിയാണ്. പലപ്പോഴും ആളുകൾ വളരെ അതൊരു എന്താണ് പറയുക, ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു അത് കൂടുതൽ ആ ഒരു കുട്ടി, ആ ഒരു തലമുറ കൂടുതൽ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്നിടത്തേക്കാണ് നയിക്കുക. അവിടെ നമ്മളൊരു ആക്സിഡൻറ്റ് നടന്നാൽ ആ കുട്ടിയെ പരിചരിക്കുന്നത് പോലെ തന്നെ നമ്മൾ അതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. അങ്ങനെ ഒരു സംഗതി ഉണ്ടായി. അപ്പോൾ ഒരുപക്ഷെ സാഹചര്യങ്ങളുണ്ടാവും, സമ്മർദ്ദങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്ര വർഷം ഒരു സംഗതി കൺസ്യൂം ചെയ്തിട്ട് അതൊരു ദിവസം പെട്ടെന്നുണ്ടായതല്ലല്ലോ. അത്രമാത്രം ഐഡിയോളജിക്കലായി, മാനസികമായി, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആശയങ്ങളും, അതുപോലെ തന്നെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അതൊക്കെ പല തിന്മകളിലേക്ക് ആളുകൾ പോകുന്നത്. അപ്പോൾ അതിന് കൃത്യമായ ചികിത്സയുണ്ട്, കൃത്യമായ അതിനുള്ള പരിഹാരങ്ങളുണ്ട്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടെ നിൽക്കുക, മാക്സിമം അവരെ ഇതിൽ നിന്ന്. ഇപ്പോൾ സ്വഹാബിമാർക്കിടയിൽ ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റ് ഒരുപാട് സ്വഹാബിമാർക്കും താബിയങ്ങൾക്കും ഇടയിലുള്ള വാചകങ്ങൾ പലരിൽ നിന്നായി ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ഒരു സഹോദരൻ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, അത് പ്രത്യേക ഒരു സംഭവം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ സ്ഥിരമായി അദ്ദേഹത്തിനടുത്ത് വന്നിരുന്ന ഷാമുകാരനായ ഒരു കച്ചവടക്കാരൻ, അയാൾ കുറച്ചായി കാണുന്നില്ല. അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ചു എന്ത് പറ്റി അയാളെ കാണുന്നില്ല. അപ്പോൾ അയാളിപ്പോൾ ഒരു മദ്യപാനിയായി മാറി. അതുകൊണ്ടാണ് സ്വാഭാവികമായും പിന്നെ വരുമ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ വരാൻ അയാൾ പേടിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന് ഒരു കത്തെഴുതുന്നുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഒക്കെ, ഗാഫിരി ദംബി വഖാബിലി തൗബി ഷദീദിൽ ഇഖാബി തൗബ എന്ന് പറയുന്ന അള്ളാഹു പുറത്തു തരുന്നവരാണ്, തൗബ സ്വീകരിക്കുന്നവരാണ്, അതേസമയം അള്ളാഹു ശിക്ഷിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞുള്ള ആയത്താണ്. അപ്പോൾ ഈ ആയത്തുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഉമർ റളിയല്ലാഹു കത്തെഴുതുന്നത്. ഈ കത്തെഴുതി അദ്ദേഹത്തിന് കത്ത് അയച്ചു കൊടുത്തു. ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ആ കത്ത് വായിച്ചിട്ട് അതിങ്ങനെ അതിലെ വാചകങ്ങൾ, പ്രത്യേകിച്ച് ആ ആയത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി. അദ്ദേഹത്തിൻ്റെ തൗബയുടെ വാർത്ത അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരൻ എന്തെങ്കിലും അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു തിന്മയിലേക്ക് പതിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണെന്ന് പറഞ്ഞാൽ, എന്നിട്ട് അദ്ദേഹം പ്രയോഗിച്ച വാചകം വലാ തകൂനു അഅ്വാനൻ ലിശ്ശൈത്താനി അലൈഹി, അയാളുടെ മേൽ കൂടുതൽ സ്വാധീനം ചെലുത്താനും പിടിമുറുക്കാനും ഷെയ്ത്താനും നിങ്ങൾ അവസരം കൊടുക്കരുത്, നിങ്ങൾ ഷെയ്ത്താൻ്റെ സഹായികളായി മാറരുത്. അപ്പോൾ അയാളെ നന്മയിലേക്ക് വീണുപോയി കൈപിടിച്ചുയർത്തി സ്വർഗത്തിൻ്റെ ആ ഒരു നന്മയുടെ പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതികളുണ്ട്. കേവലം വൈകാരികമായി ഇടപെടുന്നതിനപ്പുറം വിവേകത്തോടുകൂടി അതിനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നമ്മൾ പ്രോഫ്കോൺ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. ഇപ്പോൾ പീസ് റേഡിയോ, അതുപോലെ തന്നെ
മക്കൾ മുതൽ അതെ, ചെറിയ പ്രായം മുതൽ ബാലവേദി പ്രായമുള്ള LKG UKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇനി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും ഇപ്പോൾ പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാം, കേൾക്കാം, കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. ഇന്നൊരു അബദ്ധം, ഇന്നൊരു ധാരണ പിശകുണ്ടായിരുന്നു, ഇന്ന കാര്യം അറിയില്ലായിരുന്നു, പഠിക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. ഒരു ഇസ്ലാമിക് ലൈബ്രറി എന്ന രൂപത്തിൽ ജമീൽ ആപ്പുണ്ട്. നമുക്കതിൽ വീഡിയോ, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ് വായിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് അതിൽ കൃത്യമായി നമുക്ക് ഒരു റെഫറൻസ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ എത്രയോ വിസ്ഡം ഗ്ലോബൽ TV, അതുപോലെ തന്നെ ഡയലോഗ് TV പോലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ചാനലുകളായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മുടെ ഈ സാന്നിധ്യമുണ്ട്. അതിനൊക്കെ ഈ രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായി നമുക്ക് യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ പൊതുവെ ആളുകൾ ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് AI കാണുന്ന ChatGPT അല്ലെങ്കിൽ ജെമിനിയെ തുടങ്ങിയ മറ്റു AI സംവിധാനങ്ങളെ, പ്ലാറ്റ്ഫോമുകളെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ പൊതുവെ ഏറ്റവും ഇപ്പോൾ നമ്മൾ വീട്ടിലെന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ ഉറ്റമിത്രത്തോട് പറയുന്നത് പോലെ പൊതുവെ പല ആളുകളും AI അത് സൂചിപ്പിക്കുന്ന രംഗമൊക്കെ കാണാറുണ്ട്. അത് പോയി എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു പക്ഷേ റസൂലുള്ള വിലക്കിയ പല കാര്യങ്ങളിലേക്കും, എത്രത്തോളം ഞങ്ങളുടെ ഭാവി പ്രവചിക്കാൻ പോലും AI ആവശ്യപ്പെടുന്ന രംഗങ്ങളൊക്കെ കാണാറുണ്ട്, തമാശ രൂപേണയാണെങ്കിലും. ഇതിൻ്റെ ഇസ്ലാം കാണുന്നൊരു വശം എന്താണ്? ഇത് സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ ഈ അടുത്തൊരു ട്രെൻഡായി വന്ന, അഥവാ ഇങ്ങനത്തെ കുറേ പ്രോംപ്റ്റുകളൊക്കെ കുറേ ഇൻഫ്ലുവൻസർമാരൊക്കെ വന്നതിൽ നമുക്ക് പറ്റുന്നതുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇതുവരെയുള്ള ബേസ്ഡ് ഓൺ നമ്മളെ കോൺവെർസേഷൻ, ചാറ്റ്സ്, അതുപോലെ നമ്മളെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് നമ്മളെക്കുറിച്ചുള്ളൊരു തമാശ രൂപത്തിലുള്ള സംഗതികൾ പറയാം, അല്ലെങ്കിൽ പോസിറ്റീവുകൾ നെഗറ്റീവുകൾ ലിസ്റ്റ് ചെയ്ത് തരാം. അങ്ങനെയൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതൊന്നും പൊതുവിൽ പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതിൽ ഈ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു സംഗതി കൂടിയാണ്. അതൊരു ഇൻഫ്ലുവൻസർ അവർ പറഞ്ഞതുപോലെ ഒരു റീൽ ചെയ്തതാണ്. അഥവാ ഇന്നൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു ആസ്ട്രോളജറാണ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ സയൻസ്, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടല്ലോ, മനുഷ്യൻ്റെ പേരിലുള്ള അക്കങ്ങളുമായി ബന്ധപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ എന്ത് ചെയ്യുക, എൻ്റെ പേരും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഞാൻ തരും. അപ്പോൾ ഇത് ഒരു ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പ്രകാരം, അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള മറ്റ് കണക്കുകൾ പ്രകാരം, നക്ഷത്രങ്ങളുടെ ഇത് പ്രകാരം എൻ്റെ ഒരു ജീവിതം, എൻ്റെ ഒരു വിവാഹം, ജോലി, അതുപോലെ തന്നെ ഭാവി, ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്ക് പറഞ്ഞാൽ ഇത് പൂർണ്ണമായും ഒരു ജ്യോതിഷൻ്റെ അല്ലെങ്കിൽ ജ്യോതിഷിയുടെ അടുത്ത് പോയി എന്താണോ ആളുകൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഒരു AIക്ക് കൊടുക്കുന്ന പ്രോംപ്റ്റ് വെർഷൻ, അത്രേ വ്യത്യാസമുള്ളൂ. നമ്മൾ തമാശക്ക് പോലും, നമ്മൾ ഇസ്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടത് വളരെ ഗൗരവത്തോടുകൂടിയാണ്. അത് തമാശക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇങ്ങനെ അത് ഗൈബിയായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭാവി പോലുള്ള ഒരു മനുഷ്യൻ്റെ ഭാവി, അത് പൂർണ്ണമായി അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പ്രവാചകന്മാർക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാവി മനസ്സിലാക്കാനുള്ളൊരു ശേഷി കൊടുത്തിട്ടില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത ഭാവികാല പ്രവചനങ്ങൾ പ്രവാചകന്മാർ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ, ഇപ്പോൾ അറാഫ്, കണക്ക് നോക്കുന്ന കാഹിൻ, പിന്നെ ജോത്സ്യൻ, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോകുന്നത് വളരെ നിഷിദ്ധമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പോകാൻ തന്നെ പാടില്ല. ഇനി ഒരാൾ പോയി റസൂലുള്ളാഹി അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചു, ആ കാര്യം ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയണ്ട, വിശ്വസിക്കേണ്ട, പക്ഷേ ചോദിച്ചു, വെറുതെ ചോദിച്ചു എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 ദിവസത്തെ ആളുടെ നിസ്കാരം സ്വീകാര്യയോഗ്യമല്ല എന്നുള്ളതാണ്. ഇനി ഒരാൾ അങ്ങനെ പറഞ്ഞു, ഫസദ്ദഖഹു, അത് ശരിയാണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ സത്യപ്പെടുത്തി കഴിഞ്ഞാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ കുഫർ ചെയ്തിരിക്കുന്നു, അവിശ്വസിച്ചിരിക്കുന്നു. അത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ മാത്രം ഗൗരവമുള്ള സംഗതിയാണ് അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു തമാശക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇതിനെ മനസ്സിലാക്കുന്നത് അത് ഒരു ജസ്റ്റ് ഒരു ടൈം പാസ്, ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ്, ഇപ്പോൾ വ്യത്യസ്തങ്ങളായി ഇങ്ങനെ പ്രോംപ്റ്റുകൾ വരുമ്പോൾ ആളുകൾക്ക് ഒരു കൗതുകമാണ്, ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം, ഇന്നത് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സോങ്ങുകൾ ജനറേറ്റ് ചെയ്യുക, അപ്പോൾ മ്യൂസിക്കുള്ളൊരു സോങ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ നേരത്തെ ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുക എന്നത് കാരണം അതുപോലെ തന്നെയാണ്. നമ്മളൊരു മ്യൂസിക് എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമായി നിഷിദ്ധമായൊരു സംഗതിയാണ്. ആ നിഷിദ്ധമായൊരു സംഗതി നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു മ്യൂസിക് പ്രൊഡക്ഷൻ ടീമിനെ കൊണ്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കുന്നത് ഏതുപോലെയാണോ അതുപോലെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ AI കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാലും മനുഷ്യന്മാരെ കൊണ്ടുണ്ടാക്കി കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു ട്രെൻഡായി ഇങ്ങനെ വരുമ്പോൾ ഇത് ആളുകൾക്ക് പരമാവധി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാനസികമായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം കാണിക്കാനുള്ള ത്വരയാണ്. എല്ലാം നമ്മുടെ ജീവിതം ഫുള്ള് കാണിക്കണം, അതിൽ ഏറ്റവും നന്നായി ഉള്ളത് തന്നെ കാണിക്കണം. അതിൽ തിന്മകളുടെ വിഷയത്തിലാണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്തിൽ തെറ്റ് ചെയ്ത
ആളുകൾക്കൊക്കെയും അള്ളാഹു ഒരുപക്ഷെ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, അത് സ്വയം പരസ്യപ്പെടുത്തുന്നവർക്കൊഴികെ. കാരണം ആ ഹദീസിൻ്റെ ബാക്കിയിൽ തന്നെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാളൊരു തെറ്റ് ചെയ്തു, അള്ളാഹു അത് രഹസ്യമാക്കി വെച്ചതാണ്. ഒരാൾക്ക് മുമ്പിൽ അള്ളാഹുവിന് വേണമെങ്കിൽ പിന്നെ അത് പരസ്യപ്പെടുത്താമായിരുന്നു, അയാൾ ജനങ്ങൾക്കിടയിലൊക്കെ വഷളാകുന്നൊരു സ്ഥിതി സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു അത് ചെയ്തില്ല. അള്ളാഹു അയാളോടുള്ള റഹ്മത്തും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് അത് രഹസ്യമാക്കി തന്നെ വെച്ചു, അള്ളാഹുവായി അത് പുറത്തറിയിച്ചില്ല. പക്ഷേ ഈ മനുഷ്യൻ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില തിന്മകളൊക്കെ ട്രെൻഡിൻ്റെ ഭാഗമായി വരുമ്പോൾ അത് തിന്മകളാണെന്ന് ആലോചിക്കാതെ ആളുകൾ ഇപ്പോൾ ഒരു പുതുതായി ഒരു മൂവി റിലീസാവുന്നു, അപ്പോൾ ആളുകളൊക്കെ അത് കാണാൻ പോകുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇത് ചെയ്യാൻ പോകുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഒരു മുസ്ലിം അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കൂടുതലാണ്. ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ തിന്മ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ഗൗരവമായി തീരും. കാരണം അത് പരസ്യപ്പെടുത്തുന്നു, അതുവഴി വേറെ ഒരുപാട് പിന്നെ പ്രത്യാഘാതങ്ങളുണ്ട്. അതായത് ആളുകൾക്കിടയിൽ നോർമലൈസ് ആവാൻ കാരണമാവും. മറ്റുള്ളവർ കൂടിയാണ് അത് എല്ലാവരും ചെയ്യുന്നു, അതെ ഞാനും ചെയ്യുന്നു, അപ്പോൾ ഇന്നയാളും ചെയ്തു എന്നാൽ പിന്നെ ഞാനും ഇട്ടു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ സ്റ്റോറികൾ അതിലൊക്കെ ഇങ്ങനെയുള്ള ട്രെൻഡുകൾ വരുമ്പോൾ, ഇങ്ങനത്തെ സംഗതികൾ വരുമ്പോൾ അത് പിന്നെ ഇനി നമ്മുടെ പിന്നെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി എങ്കിൽ ഏറ്റവും മിനിമം വേണ്ടത് അത് ബാക്കിയുള്ളവർ അറിയാതിരിക്കുക എന്നുള്ളതാണ്. പടച്ചവനോട് നമ്മൾ പറഞ്ഞ് തൗബ ചെയ്യുക, ബാക്കിയുള്ളവർ മാക്സിമം അറിയാതിരിക്കുക. നമ്മളൊരു ഇതിലൂടെ അത് പക്ഷെ പലപ്പോഴും ഒരു അഭിമാനമായി കണ്ടത് മാക്സിമം ആളുകൾ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും അതൊരു പക്ഷേ ഇസ്ലാമികമായി നോക്കുമ്പോൾ വളരെയധികം ഗൗരവമുള്ള വലിയ തിന്മകളും ശിക്ഷകളും റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പോഡ്കാസ്റ്റോടെ അവസാനിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്, ഈ കുട്ടിക്കളിയിലെ സോഷ്യൽ മീഡിയ എന്നുള്ള നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ അത് കേവലം പ്രശ്നങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്തു പോവല്ല, മറിച്ച് ഇതിൻ്റെ പരിഹാരങ്ങളെയും ഇതിലകപ്പെട്ട ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വലിയ ആളുകളെ നമുക്ക് എങ്ങനെ കൈപിടിച്ചുയർത്താം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഞങ്ങൾ കൈമാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മോട് ഒരുപാട് അറിവുകളുമായി സംബന്ധിച്ച ബഹുമാനീയ ജ്യേഷ്ഠ സുഹൃത്ത് അജ്മൽ ഫൗസാൻ അൽ ഹിക്കമിക്ക് ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി അറിയിക്കുന്നു. ഈ ഒരു പോഡ്കാസ്റ്റോടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫിക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.